നമ്മുടെ ആദരത്തിൽ വരേണ്ടതിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഈ ആരാധന നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തൊരു ആത്മീയ ചലനം ഉണ്ടാക്കുവാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലത്തെ വിശുദ്ധ സഭായകം പ്രാർത്ഥിച്ച് കർത്താവിന്റെ വലിയ ദാസൻ പ്രിയ ജോസാറ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹീതമായ പകൽ വേളയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കല്ലിശ്ശേരി ഗ്രാമാന്തരീക്ഷത്തിൽ ചുറ്റുപാടുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നായി അടികളെ ഇന്ന് പകൽക്കാലം നീ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ കൃപയ്ക്കായി, കരുണയ്ക്കായി, വിശ്വസ്തയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം മുഴുവൻ നിന്റെ ഭദ്രതയുടെ ചെറുകെട്ടിൽ അടികളെ പരിപാലിച്ചു. അനർത്ഥങ്ങൾ, ആപത്തുകൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ ഇവിടെ കടന്നുപോയി. അനേക കർത്താവേ ഹാലുവെ ലോകത്തോട് യാത്രയായി. അനേക ജീവിതങ്ങൾ കർത്താവേ ഹാലുവെ ക്വാറന്റൈനിലും മറ്റുമായി കഴിയുന്നു. ദേശവിദേശങ്ങളിലായി കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നീ കഴിഞ്ഞ ഒരാഴ്ച തൊട്ട് കാലം മുഴുവൻ പരിപാലിച്ചു. നന്ദിയോട് 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 ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ കർത്താവേ. രക്ഷയുടെ പാനപാത്രമെടുത്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ എത്രയോ കടപ്പെട്ടവരാണ്. ആഴ്ചയുടെ ആരംഭ ദിവസം മുതൽ അവസാന ദിവസം വരെയും നീ ഞങ്ങളെ പരിപാലിച്ചു. ഹല്ലേലൂയ. നിന്റെ വിശ്വസ്തയ്ക്കായി ഒരിക്കൽ കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ കർത്താവേ. പടർന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്നൊക്കെയും കർത്താവെ ദേശവിദേശങ്ങളായി പാർക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും വിടുവിച്ചത് കർത്താവേ. അനർത്ഥങ്ങളൊന്നും മത്സരകാരണമായി തീരുവാൻ ഇടയാകാതെ വേണം ഇന്നയോടെ പരിപാലിച്ച ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട്, നിറഞ്ഞ സന്തോഷത്തോട്, നിറഞ്ഞ ആർദ്രതയോട്, കരുണയോട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തിട്ട് കർത്താവേ. കീർത്തനക്കാരനായ ദാവീദിനോട് ചേർന്ന് ജന്മനവേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ജന്മനവേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. നന്ദിയോട് നന്ദിയോട് ഇന്ന് രാവിലെ സമയം ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തിട്ട് കർത്താവേ. വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കാലം ഞങ്ങളെ നീ സൂക്ഷിച്ചു. എണ്ണത്തിലൊന്നും കുറഞ്ഞു പോകുവാൻ ഇടയായില്ല. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ടായെങ്കിലും കർത്താവേ അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ പകർന്ന കർത്താവേ സ്തോത്രം. പ്രാർത്ഥനയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും സഭയ്ക്ക് വേണ്ടി ജാഗരിച്ചുകൊണ്ടിരുന്ന പാസ്റ്ററെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷ അടിയങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. നിന്റെ ദാസനെ നിന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ കർത്താവേ. കടന്നു വന്ന ഞങ്ങൾക്ക് മാത്രമല്ല, ഇത് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും വലിയ അനുഗ്രഹമായി ഇന്ന് പകൽക്കാലം കർത്താവേ ഇന്നത്തെ ശുശ്രൂഷ മാറി മറിയുവാൻ നിൽക്കണം, സഹായിക്കുകയാണെന്ന് പ്രാർത്ഥിച്ചു കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് പലര് ദേശവിദേശങ്ങളായി ഇത് ശ്രദ്ധിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ അസ്ഥി മാംസമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഞങ്ങൾക്ക് അവർക്ക് മുഖാമുഖമായി അടികൾക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ കഴിയുന്നില്ല എങ്കിലും കർത്താവേ ദേശവിദേശങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നിന്നെ ആരാധിപ്പാൻ നിൽക്കണം. ലളിത സാവകാശം ഞങ്ങളുടെ പിതാക്കന്മാരും ആരംഭമായിട്ട് ഈ പ്രസ്ഥാനം കർത്താവ് വിശ്വാസാദികൾക്ക് വേണ്ടി ഇന്നും ജോലി കൊടുക്കുവാൻ, അതിനുവേണ്ടി നിവരെ നിൽക്കാൻ കലിശയുടെ പ്രദേശത്ത് നീ അടികളെ ഒരുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയ ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ്. വിശ്വാസാദികൾക്ക് വേണ്ടി അവർ അനുഭവിച്ച ത്യാഗങ്ങൾ, അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ, അവരുടെ മാതൃകാപരമായ ജീവിതത്തിന്റെ അനന്തരഫലമായി അടിങ്ങൾക്ക് ഈ കലിശയുടെ പ്രദേശത്ത് നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും തലമുറയോട് കൂടി നിന്നെ സ്തുതിപ്പാൻ നിൽക്കുന്ന ഈ സാവകാശത്തിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഗാന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ഗാനം ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ, ദൈവകൃപ പകരണമേ കർത്താവേ. ഹല്ലേലൂയ. സങ്കീർത്തന ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രബോധിപ്പാൻ നിൽക്കണം നിന്റെ ദാസനെ നീ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യങ്ങളെ, നല്ല സാക്ഷ്യമാധ്യങ്ങളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന പുതിയ ജീവിതങ്ങളുണ്ട്, അവരുടെ സാക്ഷ്യം കേൾക്കുവാൻ നിൽക്കണം. നീ ഇടകളെ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും നിന്റെ കൃപയുടെ സാന്നിധ്യത്തിൽ കീഴടികളെ ഇരുത്തിക്കാട്ട്. ഇന്നത്തെ ആരാധന ഒരു വലിയ അനുഗ്രഹ വിഷയമാക്കി മാറ്റണമേ കർത്താവ്. വലിയ കൊള്ള കണ്ടുപിട്ടിയതിനെ പോലെ അടികളെ മടക്കി അയച്ചാട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ഹല്ലേലൂയ.
പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. തുടർന്ന് നാം കർത്താവിനെ പാടി കൈകളടിച്ച് ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ പാടി ആരാധിക്കാൻ ഈ തലമുറയിൽ ദൈവം നമുക്ക് അഭിഷേകവും കൃപയും തന്നിരിക്കുകയാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ പാടി ദൈവത്തെ ആരാധിക്കണം, കൈകളടിച്ച് ആരാധിക്കണം. നമ്മൾ മാസ്ക് ധരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നെങ്കിൽ പോലും നമ്മുടെ അകത്ത് ആത്മസന്തോഷം ഒട്ടും കുറയാതെ ആത്മസന്തോഷത്തിൽ കർത്താവിനെ നമുക്ക് പാടി സന്തോഷത്തോടെ ആരാധിക്കാം. എൻ്റെ യേശു എനിക്ക് നല്ലവൻ എന്ന് നമുക്ക് ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഓരോ ദിവസം നല്ലവനായ ദൈവത്തെ മനസ്സ് തുറന്ന് നാം ആരാധിക്കുകയാണ്. അവൻ ഇന്നലെയും ഇന്നും നമുക്ക് നല്ലവനാ, നാളെയും അവൻ നമുക്ക് നല്ലവനാ. യേശു നല്ലവൻ, യേശു നല്ലവൻ. ഇന്നലെ മാത്രമല്ല, ഇന്ന് മാത്രമല്ല, നാളെയും അവൻ നല്ലവനാണ്. ആ അർത്ഥം വരുന്ന ഗാനമാണ് നാം ചേർന്ന് പാടുന്നത്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്, പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവമാണ്. അർത്ഥം വരുന്ന ഗാനങ്ങൾ നാം ചേർന്ന് പാടുമ്പോൾ സന്തോഷത്തോടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം, ചേർന്ന് പാടാം. പ്രൈസ് ദി ലോർഡ്. സഭയുടെ കൊയർ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കിയെന്നിൽ പുതുജീവൻ പകർന്നവനാവൂ. എന്റെ വേദന അമേകിയെന്നെ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകേ. 10,000 ആമേൻ ഹല്ലേലൂയ, സ്തുത്യനാം വന്ദ്യനാം നായകേ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിന പ്രതികൂലങ്ങൾ അനുനിമിഷ. മരുഭൂയാത്ര അതികഠിന പ്രതികൂലങ്ങൾ അനുനിമിഷ. പകൽ മേഘസ്തംഭം എന്നെ അനുദിനം വഴി നടക്കൂ. പകൽ മേഘസ്തംഭം എന്നെ അനുദിനം വഴി നടക്കൂ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ,
അവനെ നിന്നും മതിയായവേ ആപത്തിൽ ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരൂ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരൂ എന്റെ യേശു എനിക്കു നല്ലവേ അവനെ നിന്നും മതിയായവേ എന്റെ യേശു എനിക്കു നല്ലവേ അവനെ നിന്നും മതിയായവേ ആപത്തിൽ ലോകത്തെ വൻപ്രയാസങ്ങളിൽ ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ അവനാദ്യനുമാദ്യനുമേ ദിവ്യസ്നേഹത്തിനുറവിടമേ അവനാദ്യനുമാദ്യനുമേ ദിവ്യസ്നേഹത്തിനുറവിടമേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനാം വന്യനാം നായകേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനാം വന്യനാം പതിനായിരത്തിൽ അതിശ്രേഷ്ഠനാം വന്യനാം നായകേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവേ സുത്യനാം വന്യനാം നായകേ മരുഭൂയാത്ര അതികഠിന പ്രതികൂലങ്ങൾ അനുനിമിഷ മരുഭൂയാത്ര അതികഠിന പ്രതികൂലങ്ങൾ അനുനിമിഷ പകൽ മേഘസ്തംഭ യാത്രയാക്കിയോടാ എന്നെ അനുദിനം പകൽ മേഘസ്തംഭ യാത്രയാക്കിയോടാ എന്നെ അനുദിനം പകൽ മേഘസ്തംഭം യാത്രയാക്കിയോടാ എന്നെ അനുദിനം വഴി നടത്തൂ പകൽ മേഘസ്തംഭം യാത്രയാക്കിയോടാ എന്നെ അനുദിനം വഴി നടത്തൂ ഓ അഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ ഓ അഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ തീയിൽ നാമാകിലും ജ്വാല നമ്മെ നെല്ലും യശാദിമാനുവൽ തൻ നടത്തിടുമേ ഓ തീയിൽ നാമാകിലും ജ്വാല നെല്ലും യശാദിമാനുവൽ തൻ നടത്തിടുമേ ഹല്ലേലൂയ അവൻ ആത്മരക്ഷകേ ഹല്ലേലൂയ അവൻ സൗഖ്യദായകേ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ സൗഖ്യദായകേ ഹല്ലേലൂയ ശുദ്ധാത്മാവായവേ നമ്മെ നിങ്ങളെക്കായി ഒരുക്കിടുമേ ഓ ഹല്ലേലൂയ ശുദ്ധാത്മാവായവേ നമ്മെ നിങ്ങളെക്കായി ഒരുക്കിടുമേ ഓ സാക്ഷാ രോഗങ്ങൾ അവൻ വഹിച്ചതിനാ എല്ലാ വേദനയും അവൻ ചുമന്നതിനാ ഓ സാക്ഷാ രോഗങ്ങൾ അവൻ വഹിച്ചതിനാ എല്ലാ വേദനയും അവൻ ചുമന്നതിനാ അടിപ്പേണരാൽ അവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേൽ അവൻ തൻ നടത്തിടുമേ 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 സിയോൻ പ്രയാണികളെ ആനന്ദപ്പേ നമ്മൾ ദുഃഖവും നെടുകൾക്കും ഓടിടുമേ ഓ സിയോൻ പ്രയാണികളെ ആനന്ദപ്പേ നമ്മൾ
ഞങ്ങൾക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകേ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓ യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓ യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ. ആമേൻ ആമേൻ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഓരോ നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് ഈ പ്രഭാത സമയത്ത് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആത്മനിറവിൽ പാടി നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷിതാവുമായ ദൈവത്തെ സ്തുതിക്കാൻ ഈ പ്രഭാതത്തിൽ ഈ ആരാധനയിൽ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കൂടി വരുമ്പോൾ സങ്കീർത്തനങ്ങളുണ്ട്, പ്രബോധനങ്ങളുണ്ട്, ആത്മീയ ഗീതങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കരുത്ത് പകരുന്നതായി തീരുവാൻ, വിശ്വാസത്തിൽ ഒന്നുകൂടെ നമുക്ക് വളരുവാൻ, നിത്യതയെക്കുറിച്ചുള്ള ദർശനമുണ്ടാകാൻ, കാഴ്ചപ്പാടോടെ മുന്നേറുവാൻ ഇതെല്ലാം കാരണമായി തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ നമ്മെ നടത്തുന്ന ദൈവത്തെക്കുറിച്ച് നാം പാടി ആരാധിക്കാനിടയായി. സ്വന്തം ശക്തി കൊണ്ടോ സ്വന്തം ബലം കൊണ്ടോ അല്ല നമ്മൾ ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപ. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്, കാണുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപ. ഇന്ന് രാവിലെ ദൈവകൃപ മനസ്സിലാക്കുന്ന ദൈവമക്കൾ ആദരം പൂട്ടി ദൈവസന്നിധിയിലിരിക്കാതെ ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ നമുക്ക് ഏവർക്കുമായിരിക്കാം. ഹോവേ എന്നോട് സംസാരിക്കണമേ, ഹോവേ എന്നോട് ഇടപെടണമേ, എൻ്റെ കുടുംബത്തോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മെല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പ്രിയപ്പെട്ടവർ മുമ്പിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ഓമന സിസ്റ്റർ പ്രൈസ് ദി ലോർഡ് ആദ്യമായി സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രിയ മോൻസിച്ചായൻ പരസ്യമായിട്ട് പ്രാർത്ഥിക്കും. 2 പ്രിയപ്പെട്ടവരെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹോവേ ഇന്ന് രാവിലെ എന്നോട് സംസാരിക്കണം, എൻ്റെ കുടുംബത്തോട് സംസാരിക്കണമെന്നുള്ള നല്ല പ്രാർത്ഥനയോട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നല്ല അതിരാവിലെ സമയത്തിനായിട്ട് നിങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഉയർപ്പിൻ ദിവസത്തിന്റെ രാവിലെ സമയം നന്ദിയുള്ളവരായി കർത്താവെ ഒരുക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ മറിയ അങ്ങയുടെ കലയിലേക്ക് കടന്നു വന്നതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവെ അടിങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ എൻ്റെ കൊണ്ടും കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് നിങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഒരുക്കപ്പെട്ട സുഗന്ധവർഗവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ എൻ്റെ കൊണ്ടും ചുരുക്കം പേരായിട്ടെങ്കിലും അവിടുന്ന് അടികളെ സഹായിച്ച കൃപയ്ക്കായിട്ട് നിങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ പകൽക്കാലം കാണുവാൻ കഴിയാത്തവരായിട്ട് അനേകായിരങ്ങൾ തീർന്നപ്പോൾ അടിയങ്ങളെ കർത്താവ് ജീവനോട് ശേഷിപ്പിച്ച വലിയ സ്നേഹത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. നിറഞ്ഞ കണ്ണുകളോടെ തുളുമ്പുന്ന ഹൃദയത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പകൽക്കാലമായിരിക്കുവാൻ കൊണ്ട് അവിടുന്ന് അടികളെ സഹായിച്ചു കൊള്ളുമാറാകണമേ എന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് പകൽക്കാലം കടന്നു വന്ന അടികളെല്ലാവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ വിറയലോടുകൂടി ആരാധിക്കുവാൻ, അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ നീ അടികളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അങ്ങയോട് ചോദിച്ചതുപോലെ നീ ആരാകുന്നു കർത്താവെ? ഞാൻ മനസ്സിലാക്കിയതിലും നീ അധികം അത്ഭുതവാനാണ്, നീ അതിശയവാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ സന്നിധിയിലെ വിറയലോടുകൂടി ആരാധിക്കുവാൻ നീ അടികളെ വീണ്ടും സഹായിക്കുമാറാണമേ. ഭയത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലത്തെ പാട്ട്, പ്രാർത്ഥന എല്ലാം അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലം അങ്ങയുടെ ദാസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇതുവരെയും ചെയ്യുവാൻ കൊണ്ട് അങ്ങ് സഹായിച്ചല്ലോ. മേലാലും കർത്താവ് സഹായിക്കണമേ. ഒന്നിച്ച് കർത്താവെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ അടികളെ കർത്താവ് സഹായിക്കണം. ഇന്ന് പകൽക്കാലം അടികളുടെ വാർദ്ധക്യത്തിലുള്ള സഹോദരങ്ങളെ എല്ലാവരെയും ഏൽപ്പിക്കുന്ന കർത്താവെ. മാതാപിതാക്കന്മാർക്കായി സ്തോത്രം കർത്താവെ. കടന്നു വരുവാൻ കഴിയാത്തവരായിട്ട് അടികളെ പ്രിയപ്പെട്ടവർ വളരെയധികം ഭാരത്തോടുകൂടി ആയിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. സ്തോത്രത്തോടുകൂടി അവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ആരാധന എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കൊണ്ടും കർത്താവ് സഹായിച്ചാട്ടെ. യൗവനക്കാരായിരിക്കുന്ന അടികളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവെ. അവരെ കർത്താവ് പൂർവാധികം അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ സഭയുടെ നടുന്തൂണുകളായിട്ട് കർത്താവ് അവരെ വളർത്തിയെടുക്കുമാറാകണമേ. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ അങ്ങ് അടികളുടെ യൗവനക്കാരെ വളർത്തിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഇത്രയും വേഗം ഒരു ഉദ്ധാരണം നീ അടികൾ ദേശത്തിന് നൽകി തരണമേ എന്ന് അടികൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടുകൂടി ഒന്നിച്ച് അങ്ങേ ആരാധിക്കുവാൻ കൊണ്ടും കർത്താവ് സഹായിച്ചാട്ടെ. എല്ലാവിധ നന്മകളാലും അടികളെ സഹായിക്കണമേ. ദേശവിദേശങ്ങളിലായിരിക്കുന്ന അടികളെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. നന്ദിയോടുകൂടെ സ്തോത്രം. കാൽവരി ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ശുശ്രൂഷയുമായിരിക്കുവാൻ കൊണ്ടും കർത്താവ് സഹായിച്ചാട്ടെ. അവിടുന്ന് അടികളുടെ പ്രാർത്ഥന കേട്ടിരിക്കാലും സ്തോത്രം. പൊന്നേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. ദയവോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ഈ കർത്താവേ പ്രഭാതത്തിനായി അവിടുത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവെ ആരാധനയായി കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവെ അവിടെ നിലയാക്കുന്ന കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തയ്ക്കായി അവിടുത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന പച്ച. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഇന്നത്തെ ആരാധനയെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം കർത്താവെ ഇന്ന് പകൽക്കാലം അടികളെ മധ്യ അനുഭവിച്ചറിയുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. കർത്താവെ 2-3 പേർ അവിടുത്തെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ കർത്താവെ അവിടെ നിലനിൽ വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ഹല്ലേലൂയ ദൈവ സാന്നിധ്യം കർത്താവ് ഇത് പകൽക്കാലം കർത്താവെ ആരാധനയിൽ കർത്താവെ ഞങ്ങൾ അനുഭവിച്ചറിയുന്ന അപ്പച്ച. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ കടന്നു വന്ന ഓരോ ജീവിതങ്ങളെ അപ്പച്ചൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷ അപ്പച്ചൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആദ്യോടന്തം പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം കർത്താവെ ഹല്ലേലൂയ എന്ന് പകൽക്കാലം അനുഭവിച്ചറിയാൻ കർത്താവ് വഴിയാക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തയ്ക്കായും കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. കർത്താവെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഇന്ന് ആരാധനയിൽ കർത്താവെ ഹല്ലേലൂയ ഭാവവാക്കാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ആരെല്ലാം ഏതെല്ലാം വിഷയങ്ങളുമായി കർത്താവെ ഇന്ന് പകൽക്കാലം അപ്പച്ചൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ വലിയ വിടുതൽ കർത്താവെ ഓരോ വ്യക്തികളും കുടുംബങ്ങളും കർത്താവെ അത് അനുഭവിച്ചറിയുവാൻ അപ്പച്ചാവിന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ ഇന്ന് സൂക്ഷിപ്പാൻ ആവശ്യമായ ദൈവദാസന്മേൽ പരനായി പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ കുടുംബമായി കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിങ്ങളുടെ സഭയെ മുറ്റുമായി കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ആരാധനയ്ക്ക് കർത്താവെ കടന്നു വരുവാൻ കഴിയാതെ കർത്താവെ ഭവനങ്ങളിലെ വിവിധ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കുന്ന അടികളുടെ പ്രിയപ്പെട്ടവരെല്ലാം അപ്പച്ചൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. അടികളെയും ഒന്നിച്ച് കർത്താവെ അടികളുടെ പ്രിയപ്പെട്ടവരെ ഒന്നിച്ച് കർത്താവെ. ഹല്ലേലൂയ
കർത്താവേ നീ അവരെ സഹായിക്കണനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഇത്രത്തോളം കർത്താവേ വലിയ സാന്നിധ്യം വഴി മധ്യമുള്ളതിനാൽ അവിടുത്തെ സ്തുതി കർത്താവേ. കർത്താവേ ഇന്ന് കർത്താവേ ഇന്നത്തെ ആരാധന കർത്താവ് നല്ല സങ്കീർത്തനം അവിടെ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ നല്ല വചനത്തെ അവിടെ നൽകണമേ കർത്താവേ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വർധനയ്ക്ക് കർത്താവേ വിടുതലിന് കർത്താവേ കാരണമാക്കി തീർക്കണനായി പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാമുറ്റുമായി ഇന്നത്തെ ആരാധന അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ശുശ്രൂഷ കർത്താവേ ചെയ്യുവാൻ ആവശ്യമായ എല്ലാ ദൈവയാലും ദൈവദാസനെ അവിടുന്ന് കർത്താവേ ദൈവദാസനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. കുടുംബമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. കർത്താവേ പ്രായത്തിലായിരിക്കും ഞങ്ങൾ ഓരോ മാതാപിതാക്കളെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ അവർക്ക് കർത്താവേ ആരാധനയ്ക്ക് കടന്നു വരാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അടികൾ കർത്താവേ ദൈവകാര്യങ്ങളിലേക്ക് കർത്താവിയുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിയുടെ ജീവിതത്തിൽ കർത്താവ് വലിയ വിടുതലിന് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ കർത്താവേ അടികളെ കർത്താവേ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അപ്പച്ചൻ്റെ കാര്യങ്ങളിലേക്ക് പ്രാവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്നത്തെ ആരാധനയെ മുറ്റുമായി കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രാവശ്യങ്ങൾ സമർപ്പിക്കുന്നു. ആദ്യമുടന്തും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം കർത്താവേ അടികളുടെ മധ്യേ കർത്താവേ ഹല്ലേലൂയ ചന്തമായിട്ട് വീണനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവേ ഹല്ലേലൂയ ഇന്ന് പകൽ കർത്താവേ കടന്നു വന്ന അടികളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമാക്കി തീർത്താട്ടെ. ഹല്ലേലൂയ സമസ്ത വിഷയങ്ങൾ അപ്പച്ചൻ്റെ കാര്യങ്ങളിലേക്ക് പ്രാവശ്യങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കടനായി സ്തോത്രം. സർവ്വം ഞാൻ കാജീവണി യേശുവിന്റെ നാമത്തിൽ താഴ്മ അഭിഷിക്കുന്ന പിതാവേ കർത്തൃമാണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നാം ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നാം ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. നമുക്ക് ഓൺലൈനിലൂടെയുള്ള ഈ ശുശ്രൂഷ ഇവിടെ വന്നിരിക്കുന്നവർക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിൽ, കാനഡയിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയായി നമ്മുടെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മളെ ശ്രദ്ധിക്കുകയും ആരാധനയിൽ പങ്കുചേരുകയും ചെയ്യുന്ന ധാരാളം ദൈവമക്കളുണ്ട്. അവരെല്ലാവരും ഓർത്ത് ഞാൻ പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചെറിയ ചെറിയ പ്രോഗ്രസ് ഈ ഓൺലൈനിലൂടെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ വ്യത്യാസപ്പെടുത്തി നന്നായിട്ട് ഏറ്റവും മനോഹരമായി ശുശ്രൂഷ അനേകരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുവാൻ നാം പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പിന്നിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ PYPയുടെ പ്രവർത്തകർ, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എക്സിക്യൂട്ടീവ്, പ്രിയ അമേരിക്കയിൽ നിന്ന് പ്രിയ സിസില്, ഇവരെല്ലാം ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവരുടെ എല്ലാം സേവനങ്ങളെ വളരെ നന്നായി സ്മരിക്കുകയും അവർക്ക് കർത്താവ് പ്രതിഫലം കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമ്മൾ ഈ മൊബൈലിലൂടെയാണ് ഇത് നമ്മൾ ക്യാമറ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ക്യാമറ വാങ്ങുവാനായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ സെക്രട്ടറി ആ കാര്യം പൊതുവിൽ അനൗൺസ് ചെയ്തിരുന്നു. മനോഹരമായ പാനസോണിക്കിൻ്റെ ഒരു ക്യാമറ, ലൂമെക്സ് എന്ന കമ്പനിയുടെ ഒരു ക്യാമറ, വളരെ വിലപിടിപ്പുള്ള ഒരു ക്യാമറ നമുക്ക് വാങ്ങാൻ ദൈവം അവസരം തന്നു. ഇന്ന് അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മൾ സമർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10ഓളം ആളുകൾ ഇതിനു വേണ്ടി സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹായം നന്ദിയോടെ ഓർക്കുന്നു. ചെറുതും വലുതുമായി വിവിധ തരങ്ങളിൽ സഹായിച്ച എല്ലാ കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ കറണ്ട് പോകുമ്പോൾ ജനറേറ്റർ ഓൺ ആക്കുന്നതിൻ്റെ പിന്നിൽ നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് ചില തടസ്സങ്ങളൊക്കെ, ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് വന്നു. അതുകൊണ്ട് ഒരു ഇൻവേർട്ടറോട് വാങ്ങുവാനായിട്ട് ഹോളിൻ്റെ അകത്ത് ഒരു ഇൻവേർട്ടറോട് വാങ്ങുവാൻ നമ്മൾ ആഗ്രഹിച്ചു. കഴിഞ്ഞ ദിവസം കമ്മിറ്റി അത് പാസ്സാക്കി. ഒരു ഇൻവേർട്ടർ ഇത് എല്ലാം കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യത്തക്കതുപോലെ ഒരു ഇൻവേർട്ടറോട് വാങ്ങി അതും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മുടെ സഭയുടെ കലാകാലങ്ങളിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ആത്മാക്കളെ തരുന്നു. ദൈവം കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നു. എല്ലാറ്റിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മൾ സമർപ്പിക്കുകയാണ്. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് ഉപയോഗിക്കുന്നവരെ ഏറ്റവും കൃത്യതയോടെ ഉപയോഗിക്കുവാൻ, ഇത് ഒരു നഷ്ടം വരാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ അനുഭവങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ശൂന്യതയിൽ നിന്ന് നീ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതാ. ചെറിയ ചെറിയ കുടിലുകളിൽ ആരാധന തുടങ്ങിയത് ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ മറന്നുപോകുന്നില്ല. അവരുടെ കണ്ണുനീരും അവരുടെ പ്രാർത്ഥനയും അവരുടെ കഠിനാധ്വാനവും അവരുടെ സുവിശേഷദാഹവും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള, അവരുടെ തലമുറകളാകുന്ന ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ള എല്ലാ ഉയർച്ചകൾക്കായും സ്തോത്രം.
ദൈവം തന്ന നന്മകളൊക്കെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കും സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാനും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവമേ, എബനേസർ IPC കല്ലിശ്ശേരി സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായും സ്തോത്രം. പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന നല്ല ആഗ്രഹങ്ങളെ ഓരോന്നായി ദൈവം സാധിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇങ്ങനെ മനോഹരമായൊരു ക്യാമറ വാങ്ങുവാൻ ദൈവം പ്രിയപ്പെട്ടവർക്ക് കൊടുത്തതിനായിട്ട് സ്തോത്രം. ഇതിന് ചെറുതും വലുതുമായി കാര്യങ്ങൾ സഹകരിച്ച എല്ലാവർക്കായും സ്തോത്രം. ഇതിന് ഉപയോഗിക്കാൻ ഒരു സ്റ്റാൻഡ്, അതിൻ്റെ ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങുവാനിടയായല്ലോ. എല്ലാറ്റിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പിന്നിലൊക്കെ പണം മുടക്കിയ, അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച, അതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ലിയറായി പ്രൈസ്, ഏറ്റവും നല്ല ക്ലാരിറ്റിയിൽ ഇത് അനേകരുടെ ഹൃദയങ്ങളിലേക്ക് എത്തുകയും അനേകർക്ക് കാണുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന കർത്താവേ. അപ്പോൾ തന്നെ കർത്താവേ, ഒരു ഇൻവേർട്ടറൂടെ വാങ്ങുവാനിടയായല്ലോ. അതും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്. തന്നതെല്ലാം ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങൾ തിരിച്ചു തരുന്നു. ഇത് ഞങ്ങളുടെ ആരുടെയും കുടുംബത്തിൻ്റെ മഹിമയ്ക്കല്ല, അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്കായി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവം തന്നതെല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. കരമുയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. ഇന്ന് നെറ്റിനൊരു ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ നെറ്റ് കണക്ഷന് നമ്മൾ പാഴ്സനേജിൽ നിന്ന് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ എന്തോ നെറ്റിൻ്റെ ഒരു കണക്ഷൻ എന്തോ ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്രിയ സാംസന്റെ മൊബൈലിൽ കൂടിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നെറ്റിന് എന്തോ യൂട്യൂബ് ലൈവ് അതുകൊണ്ട് ഇന്ന് ഇല്ല. ദൈവത്തിന് സ്തോത്ര കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാരോട് ചേർന്ന് നമുക്ക് വീണ്ടും പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാനായിട്ടിടയായി തീരട്ടെ. ഇന്ന് സ്റ്റേജിൽ ഒരു പുതിയ മുഖം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയ പൈതലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആഗ്നൽ, അവൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺപൈതലാണ്. അവളെ കർത്താവിൻ്റെ കൽപ്പനയിലേക്ക് നയിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത് ഒരു വലിയ പ്രിവിലേജായി ഞാൻ കരുതുന്നു. സുവിശേഷ ഘോഷണത്തിൽ ഇവൾ വരും കാലങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ. ഇവളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ചേർന്ന് പാടാം, കൈകളടിക്കാം, സന്തോഷത്തോടെ പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റ് നിൽക്കാം. 107 സങ്കീർത്തനം പാടി കർത്താവിനെ നാം മഹത്വപ്പെടുത്തുകയാണ്. 107 സങ്കീർത്തനം. ഇപ്പോൾ ഒരു പാട്ട് നാം ചേർന്ന് പാടുന്നതിന് ശേഷം സങ്കീർത്തനങ്ങൾ പാടി നാം ദൈവത്തെ മഹത്വപ്പെടുത്തും. വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാമേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നീതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിന്മ
സ്നേഹമാപാദമേ യേശു രാജാവിനു സ്തുതി രാജാവിനു സ്തോത്രം ഉന്നതങ്ങളിൽ സ്തുതി സൃഷ്ടികൾ വാഴ്ത്തട്ടെ ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാമേശുവേ സൃഷ്ടികൾ വാഴ്ത്തട്ടെ ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാമേശുവേ Praise you, Lord. നാം എഴുന്നേറ്റ് നിൽക്കുന്ന ഈ സമയത്ത് 107-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 20 വാക്യങ്ങൾ നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 107 വേഴ്സ് 1 to 20. അവസാനത്തെ വാക്യങ്ങൾ 19-20 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് പാടിയും കർത്താവിനെ മഹത്വപ്പെടുത്താം. 107-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർപ്പാന്റെ പട്ടണം അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നു ദാഹിച്ചിരുന്നു, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും തിന്നതിന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് അങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. അവർ ഹൃദയങ്ങളെ അവരുടെ വീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ ഏർത്ത് കളഞ്ഞു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ താമ്രകഥകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി, അവർ മരണവാദികളോട് സമീപിച്ചിരുന്നു. അവസാനത്തെ 2 വാക്യങ്ങൾ ചേർന്ന് പാടാം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, കഴിഞ്ഞൊരാഴ്ച കൂടെ ഈ വലിയ പാൻഡമിക്, വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ, സഭയായി ഈ ദേശത്തെ ഒക്കെ ദൈവം അത്ഭുതകരമായി സൂക്ഷിച്ച്, നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ച് ദൈവം പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് നമ്മുടെ കരമുയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം പറയാമല്ലോ. ലോകത്തിന്റെ 5 വൻകരകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ചിതറി പാർക്കുക. അവരെ നമുക്ക് ഓർക്കാം. അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ ദൈവം പകരുവാൻ ശാന്തമായി നമുക്ക് അല്പനിമിഷങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് എല്ലാവരും അല്പനിമിഷങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ്. ജോലി സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, നമുക്കതറിയത്തില്ല. ശാരീരികമായ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ടോ, അത് നമുക്കറിയത്തില്ല. അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ടാണോ കഴിയുന്നത്, അത് നമുക്കറിയത്തില്ല. ഏത് സാഹചര്യത്തിലൂടെയാണ്, ഏത് ക്ലൈമറ്റ് ചേഞ്ചിൽ, ഏതെങ്കിലും വ്യത്യാസത്തിൽ ഭാരപ്പെട്ട് കഴിയുകയാണോ, പ്രൈസ് ദി ലോർഡ്, അധികാരികളുടെ മുമ്പിൽ വെല്ലുവിളികളുടെ നടുവിൽ നിൽക്കുകയാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓവയായ ദൈവഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഒരത്ഭുതം പ്രവർത്തിക്കാൻ ഇവിടെ ആരാധിക്കുന്നവര്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ആരാധിക്കുന്നവര്, ഈ മീറ്റിംഗിൽ നമ്മളോട് ഒരുമിച്ചായിരിക്കുന്നവര് എല്ലാവരെയും അല്പ മിനിറ്റുകൾ ദൈവസന്നിധിയിൽ ഉയർത്തി എല്ലാവരും അല്പ മിനിറ്റുകൾ
സ്തോത്രം പറഞ്ഞാട്ട് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ ശക്തനാ. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പോലെ പള്ളത്തെ പ്രിയ നമ്മുടെ ജോൺസൺ ജാന്റെ വൈഫ് പ്രിയ ആന്റിയുടെ സഹോദരൻ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസൻ ചിങ്ങവനത്ത് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ബൈക്ക് മറ്റൊരു വണ്ടിയുമായിട്ട് ഇടിച്ച് വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി കടന്നു പോകുന്നു. ഇപ്പോൾ കോട്ടയത്തുള്ള പ്രൈസ് ദി ലോർഡ് ഭാരത് ഹോസ്പിറ്റലിൽ താൻ അഡ്മിറ്റ് ആയിരിക്കുന്നു. അടുത്ത ദിവസം ഒരു സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. തൻ്റെ നെക്കിന്, തൻ്റെ കഴുത്തിനും പ്രൈസ് ദി ലോർഡ്, തൻ്റെ പ്രൈസ് ദി ലോർഡ് ബാക്ക് ബോണിനുമൊക്കെ സാരമായ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുണ്ടാകാൻ, ഒരു ബുദ്ധിമുട്ട് വരാതിന് വളരെ ഇന്ന് രാവിലെയും ജോൺസൺ ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ വളരെ വേദനയോട് ആ പ്രിയപ്പെട്ടവനായി അല്പസമയം ആ പ്രിയപ്പെട്ടവന് വേണ്ടി ഒന്നുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പം മിനിറ്റുകൾ. നമ്മൾ യാത്ര ചെയ്യുന്നവരല്ലേ, നമ്മൾ 2 വീലറിൽ യാത്ര ചെയ്യുന്നവരല്ലേ, നമ്മൾ 4 വീലറിൽ യാത്ര ചെയ്യുന്നവരല്ലേ. ഇതുവരെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഇന്നലകളിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ അനേകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. ഇന്ന് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്പം മിനിറ്റുകൾ സ്തോത്രം ചെയ്ത് എല്ലാവരും ദൈവത്തോട് കർത്താവിന്റെ ദാസനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫൈനൽ പരീക്ഷ, പ്രത്യേകിച്ച് ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവം പകരാൻ നമുക്ക് ദൈവത്തോട് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ജോലിയുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവർക്ക് വേണ്ടി അത്ഭുതകരമായൊരു വഴി ഈ ദിവസങ്ങളിൽ തുറക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയ രായ്ചാൻ്റെ മുളക്കെഴുന്ന് വരുന്ന രായ്ചാൻ്റെ മകൾ ജിൻസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുവൈറ്റിലായിരിക്കുന്ന ചില നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത്ഭുതകരമായ അടുത്ത ദിവസം തന്നെ തൻ്റെ ജോലിയുടെ പേപ്പർ ക്ലിയറായി കുവൈറ്റിൽ തനിക്ക് ജോലിക്ക് പ്രവേശിക്കാം. ദൈവം അവസരം ഒരുക്കട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചുട്ടിപ്പറമ്പിലെ രഞ്ജുവിന് വേണ്ടി, ജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചില നാളുകളായി രഞ്ജു ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ബഹറിൽ ആ പ്രിയപ്പെട്ടവന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്പ മിനിറ്റുകൾ സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പള്ളത്തെ നമ്മുടെ ജോൺസൺ ജാന്റെ മകൻ ജോബിന്റെ വൈഫ് ബിൻജു പ്രൈസ് ബഹറിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ഇന്ന് പകൽ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തി ദൈവം അവർക്ക് വേണ്ടി അയക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ജെറി ഓർത്ത് പ്രാർത്ഥിക്കാം. ജെമിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജെഫിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെല്ലാം ദൈവകരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്പ മിനിറ്റുകൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന സോളമൻ എന്ന സഹോദരൻ കുവൈറ്റിലായിരിക്കുന്നു. കുവൈറ്റിൽ നിന്ന് വന്നതാണ്, എനിക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തനിക്ക് മടങ്ങിപ്പോകാൻ ഒരു അവസരം ദൈവം ഒരുക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവകരങ്ങൾ ഉയർത്തി അല്പ മിനിറ്റുകൾ എല്ലാവരും കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കും. എല്ലാവരും സ്തോത്രം പറഞ്ഞ് എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിച്ചാട്ട് ആരും മൗനമായിരിക്കാതെ അതരങ്ങൾ ചലിപ്പിച്ച് അതരങ്ങൾ തുറന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ ദാസൻ ചെക്കുമുട്ടിലെ പ്രിയ കുരുളച്ചായ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തോടെ പ്രാർത്ഥിക്കും. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ട് ഈ രാവിലത്തെ സൂക്ഷയിൽ ഇല്ല അത്ഭുതങ്ങൾ ദൈവം ചെയ്യട്ടെ. ഇല്ല രോഗശാന്തി ദൈവം അയക്കട്ടെ. ഇല്ല വേദനകളുടെ മേൽ ദൈവത്തിന് കൈ തൊടട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല, ജീവിക്കുന്ന ദൈവത്തെ അല്പ മിനിറ്റുകൾ ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പ്രൈസ് ദി ലോർഡ് അച്ഛൻ മുമ്പോട്ട് വന്ന് പരസ്യമായി വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, ഈ രാവിലെ സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം കർത്താവേ. ഈ രാവിലെ സമയത്തും പിന്നെയും കർത്താവിന്റെ പാദപീഠത്തിലിരിപ്പാൻ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തന്ന സാവകാശനായ സ്തോത്രം. സഭയായി കർത്താവെ അടി കൂടി വരുവാൻ തന്ന സാവകാശനായ സ്തോത്രം. കർത്താവെ വിവിധ ആവശ്യങ്ങളുമായി കർത്താവെ നിന്റെ പാദപീഠത്തിലേക്ക് അടിയങ്ങളടുത്ത് വരുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം, ഞങ്ങളെ നടത്തുന്ന ദൈവം അങ്ങ് മാത്രമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം അങ്ങ് മാത്രമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ വിവിധ ആവശ്യങ്ങളുടെ മുമ്പിൽ കർത്താവെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ കർത്താവ് സഹായിക്കണമേ. സഭയിലുള്ള കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പലതും ചെറുതുമാകുന്ന എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, അവർക്ക് തക്ക സമയത്ത് കർത്താവെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കരുതുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന കർത്താവെ പ്രവൃത്തി എത്ര വലുതാണ് കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന കരുതൽ എത്ര വലുതാണ് കർത്താവെ. നീ ഞങ്ങളെ മുന്നമേ അറിഞ്ഞതിനായി സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് തക്ക സമയത്ത് ഹല്ലേലൂയ മറുപടി തന്ന് കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ദൈവം അവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ദിവസങ്ങൾ തന്നെ കർത്താവെ ഹല്ലേലൂയ കർത്താവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. എല്ലാം നന്മ കൊണ്ട് നിറയ്ക്കണം. സമാധാനത്തോടെ കർത്താവെ ഈ രാവിലെ സമയമായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ.
ദൈവമേ, എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് സഹായിച്ച് കർത്താവ് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്നേഹം കുടുംബമായ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് സഹായിക്കണം. എല്ലാം നന്മ കൊണ്ട് നിറയ്ക്കണം. നടക്കുന്നതായ കർത്താവ് വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് അടിയങ്ങൾക്കും അടിയങ്ങളുടെ സഭയ്ക്കും അടിയങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെയും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലെ നിറയ്ക്കണം. യേശു ക്രിസ്തു നന്മയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസ്ഥലിരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ പ്രഭാത സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവ ജനത്തെ സംബോധന ചെയ്യുവാൻ വലിയവനായ ദൈവം ഇങ്ങനെ ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിൽ ആഗതരായിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ ആരാധന ഹാളിൽ കടന്നു വന്നിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾ, പിതാക്കൾ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭവനങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കത്തുദാസന്മാർക്കും വന്നവനും വരുവാനിരിക്കുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ എനിക്കുള്ള വിനീതമായ വന്ദനങ്ങളെ അറിയിച്ചുകൊള്ളും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസഭയായി ഈ മാസത്തിൻ്റെ അവസാനം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പകലും രാത്രിയിലുമൊക്കെ നടന്ന മീറ്റിംഗ് വലിയ അനുഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. 2021 എന്ന ഈ സംവത്സരത്തിൻ്റെ ജനുവരി മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. എത്രയോ കുടുംബങ്ങൾക്ക് ഇതുപോലുള്ള സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയാതെ ശാരീരികമായും മാനസികമായും തകർന്ന് ലോകത്തിൽ ദൈവമില്ലാതെ ജീവിക്കുമ്പോൾ, ലോകത്തിൽ പലതരത്തിലുള്ള വേദനകളിലൂടെ നമ്മളും കടന്നു പോകുന്നുണ്ടെങ്കിലും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാനും കർത്താവിൻ്റെ മക്കളായി ജീവിപ്പാനും ഈ തലമുറയിൽ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രത്യേകിച്ച് വളരെ സന്തോഷമുണ്ട്, പ്രിയ ജോസാർ ഇന്ന് രാവിലത്തെ നമ്മുടെ ശുശ്രൂഷയിലുണ്ട്. പ്രായത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ അകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന സഭയോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് വന്ന് ആരാധിക്കാൻ പലർക്കും ആഗ്രഹമുണ്ട്. എന്നെ വ്യക്തിപരമായ വീടുകളിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ പറയും, പാസ്റ്ററെ ഞങ്ങൾ കൂടെ വരാൻ പറ്റുമോ, ഞങ്ങളിവിടെ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആളുകളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവർക്ക് എല്ലാവർക്കും വരാൻ കഴിയുന്നില്ല. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ വേണം നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാൻ. പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ചിലതിലൊക്കെ ദൈവം മറുപടി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജോലിയില്ലാത്തവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ജോലിയില്ലാത്തവർക്ക് വേണ്ടി ദൈവം അവർക്ക് വേണ്ടിയൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പ്രിയ ലൂക്കോസ് പാസ്റ്ററുടെ മകൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് പ്രിയ ബ്ലസ്സി ദുബൈയിലേക്ക് കടന്നുപോയി, ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ച് അയക്കാൻ, പ്രത്യേകിച്ച് ആ ബ്ലസ്സിയുടെ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് അയക്കാനൊക്കെ ദൈവം അവസരം തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയാൽ ദുബൈയിൽ ചെന്ന് അവിടുത്തെ ടെസ്റ്റ് എഴുതി പാസ്സാകാനിടയായി. കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് കഴിഞ്ഞ സൺഡേയിൽ പ്രിയ സഹോദരി അവിടുത്തെ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ ദുബൈയിൽ ദൈവം അവർ കുടുംബമായി ഇപ്പോൾ ദുബൈയിലായിരിക്കാൻ ദൈവം അവസരം കൊടുക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ജോലിയിലായിരിക്കുന്നു. കർത്താവ് സഹോദരിക്ക് കൊടുത്ത മാന്യതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ച മറ്റൊരു വിഷയമായിരുന്നു ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജോസിച്ചാൻ്റെ മകൻ ലിജിൻ കഴിഞ്ഞ സൺഡേയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്, താൻ പറഞ്ഞു താൻ മടങ്ങിപ്പോവുകയാണ്, തന്നെ ചെല്ലാൻ വിളിച്ചില്ല, എന്നാൽ താൻ മടങ്ങിപ്പോവുകയാണ്. ഇവിടെ നിൽക്കുന്ന എത്ര ദിവസമാണ്, നിൽക്കാൻ പറ്റുന്നില്ല, താൻ മടങ്ങിപ്പോവുകയാണ്, ജോലിയുടെ കാര്യമൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അയക്കാനിടയായി. ദൈവത്തിൻ്റെ മഹാകൃപയാൽ സൗഖ്യത്തോടെ അവിടെ എത്തി. ദൈവത്തിന് സ്തോത്രം. തനിക്കും ചെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ജോലിയിലേക്ക് കയറുവാനുള്ള ദൈവം വഴി തുറന്നു. ദൈവം അത്ഭുതകരമായി ആ വിഷയത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഞ്ഞനാട്ടെ നമ്മുടെ സഹോദരി റീന, നിങ്ങളിൽ അറിയും, ബാവുച്ചാൻ്റെ മരുമകൾ, പ്രൈസ് ലോർഡ്. ആ സഹോദരി റീന നമുക്കറിയാം വളരെ ശാന്തതയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സാധാരണ സഹോദരിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിയില്ലാതൊക്കെ ഒത്തിരി ഭാരപ്പെട്ടു. ആ പ്രിയപ്പെട്ടവൻ്റെ ജോലിയിൽ വലിയ പ്രശ്നങ്ങൾ, വീസയുടെ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയി. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ അകത്തൊക്കെ അത്ഭുതം ചെയ്തു. വീസയുടെ കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സാലറി 1-2 മാസത്തേക്ക് ലഭിക്കാനിടയായി. എന്നാൽ സഹോദരിക്ക് ഒരു ജോലിയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്ന് ബെനസീർ ഹോസ്പിറ്റലിൽ ജോലിക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു ഒന്നും നടക്കാൻ സാധ്യതയില്ല, ഒത്തിരിയും ആളുകളുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ ആ വിഷയത്തിൽ പ്രവർത്തിച്ച് ഇന്നലെ ജോലിക്കുള്ള അപ്പോയിൻമെന്റ് ലഭിക്കാനിടയായി.
ദൈവം അനുവദിച്ചാൽ ഈ ആഴ്ച ബുധനോ വ്യാഴമോ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് രാവിലെ ഇത് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഈ തലമുറയിൽ നമുക്കറിയാം, ഒരു ജോലി ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം നിറഞ്ഞ അന്തരീക്ഷമാണ്. ജോലി ഉണ്ടായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ജോലി ഇല്ലാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത ഭവനത്തിലെ പ്രിയ ആൻറ്റിയുടെ മകൻ പ്രിയ സിജു, പ്രിയ പൈതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കട്ടെ. പ്രിയ മോനി സിസ്റ്ററുടെ മോള് പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവരെയൊക്കെ ദൈവ ദിവസങ്ങളിൽ അത്ഭുതകരമായ വഴികൾ തുറന്ന് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായി. പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുള്ള മറ്റൊരു കാര്യം, ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ ആ സഭയിൽ അവിടെ വെച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു കുടുംബം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയ ബ്രദർ സോളമൻ, സിസ്റ്റർ മിനി, അവർക്ക് ദാനം കൊടുത്ത മകൻ, അവരെ കുടുംബമായിട്ട് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ 2010, 2013 3 വർഷങ്ങൾ കുവൈറ്റിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ആ സ്ഥലത്ത് വെച്ച് ധാരാളം ആളുകളെ കർത്താവിലേക്ക് നയിക്കും ദൈവം എനിക്ക് അവസരം തന്നു. പ്രത്യേകിച്ച് ക്യാമ്പുകളിലുള്ള ആളുകളെ, അതുപോലുള്ള പ്രൈസുള്ള കുടുംബങ്ങളായിട്ടുള്ള പല ആളുകളെ കർത്താവിലേക്ക് നയിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അല്ല, പോലീസുകാരെ, ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ സ്നാനപ്പെടുത്താനൊക്കെയുള്ള അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ നിലയിൽ കർത്താവിലേക്ക് വന്നൊരു കുടുംബമാണ് പ്രിയ സോളമനും സിസ്റ്റർ മിനിയും. ഇവർ എൻ്റെ ഇന്നെന്ന പോലും ഞാൻ എൻ്റെ മനസ്സിൽ ആ പിക്ചർ എനിക്ക് ഓർമ്മയുണ്ട്. അവർ ആരാധനയ്ക്ക് വന്നിരിക്കുന്നതും ദൈവത്തിന് സ്തോത്രം. അന്ന് ഈ സഹോദരി വളരെ വലിയൊരു മാലയൊക്കെ ഇട്ട്, കാതിൽ വളയൊക്കെ ഇട്ടൊക്കെ, കാതിൽ കമ്മലും അങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ മിക്കവാറും ഓർക്കാറുണ്ട്. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങളിലെ വചന ശുശ്രൂഷയ്ക്കകത്ത് തീരുമാനമെടുത്തു, രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ആരാധന കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന് ഇതുപോലെ പുൾപിറ്റിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് കുടുംബമായി സ്നാനപ്പെടണം. ദൈവത്തിന് സ്തോത്രം. സ്നാനപ്പെടാൻ അവരുടെ തീരുമാനം എന്നെ അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വേണ്ടി ക്ലാസ് എടുത്തു. കുവൈറ്റിൽ വെച്ച് ഇവർ രണ്ടുപേരും സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. കുവൈറ്റിൽ നാട്ടിൽ വന്നു. ഈ സഹോദരി മിനി എന്ന് പറയുന്ന ഈ സഹോദരി, പ്രൈസ് അല്ലോ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം, പ്രൈസ് അല്ലോട് നമ്മുടെ കുമ്പനായിട്ടുള്ള സൈക്കിൾ പാപ്പിച്ചാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ പ്രിയ അച്ചായൻ്റെ കുടുംബത്തിലെ മൂത്ത ആളുടെ മകളാണ്. അവരുടെ യാക്കോബ കുടുംബത്തിലാണ് ഈ സഹോദരി ആയിരുന്നെങ്കിലും അവരുടെ കുടുംബത്തിൽ പലരും പെന്തക്കോസ്ത് അനുഭവത്തില്ല. തൊട്ടടുത്ത് നമ്മുടെ കുമ്മനാട് എബ്രോൻപുരത്ത് നമ്മുടെ ജനറൽ കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ കൺവെൻഷനൊന്നും പോകാൻ ഇവർ അത് തുനിഞ്ഞിരുന്നില്ല. എന്നാൽ തക്ക സമയം വന്നപ്പോൾ ദൈവം ആ കുടുംബത്തെയൊക്കെ രക്ഷിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സോളമനും മിനിയും കുഞ്ഞു വന്ന് പ്ലീസ് സ്റ്റാൻഡപ്പ്, എഴുന്നേറ്റ് നിന്നാട്ട്, പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി നിൽക്കുക. ദൈവം ഏത് സാഹചര്യത്തിൽ കൂടി കടത്തിക്കൊണ്ട് പോയാലും ദൈവത്തിന് വേണ്ടി നിൽക്കുക. അതെനിക്ക് വീസയുണ്ട്, കടന്നു പോകാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് കുവൈറ്റിലേക്ക് കടന്നു പോകാൻ ഇപ്പോഴത്തെ നിലയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ദൈവം അതിന് അവസരങ്ങൾ തരട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. പ്ലീസ് ഡൗൺ, ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. അവരവരുടെ അനുഭവങ്ങൾ 1-2 മിനിറ്റ് എടുത്ത് പറയും. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ട് ഇടയായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 107-ാമത്തെ സങ്കീർത്തനമാണ് നാം ഇന്ന് ഇവിടെ സന്തോഷത്തോടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. ഈ സങ്കീർത്തനം 5-ാം പുസ്തകമെന്ന് അതിൻ്റെ ടൈറ്റിലിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. പഞ്ചഗ്രന്ഥങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഈ പുസ്തകം നമ്മൾ പഠിക്കുന്നത്. പ്രൈസ് 150 സങ്കീർത്തനങ്ങൾ പഞ്ചഗ്രന്ഥങ്ങളോട് ബന്ധപ്പെടുത്തിയാണ്. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ഈ 5 പുസ്തകങ്ങളോട് സിമിലർ ആയിട്ടുള്ള ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തരം തിരിച്ച് പഠിക്കാനായിട്ട് കഴിയുന്നത്. 5-ാമത്തെ ഭാഗം ആവർത്തന പുസ്തകത്തോട് ബന്ധപ്പെടുത്തിയുള്ള പദങ്ങളാണ് ഈ ത്തു നിന്ന് നാം ശാന്തമായിട്ട് പഠിക്കുന്നത്. ഈ അധ്യായത്തിൽ, ഈ 107-ാം അധ്യായത്തിന് മുഴുവൻ വാക്യങ്ങളും സമയത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ വായിച്ചില്ലെങ്കിലും ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് നമ്മൾ വായിച്ചാൽ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പ്രൈസ്തല അകത്തു നിന്ന് വരുന്ന സ്തോത്രാർപ്പണമാണ്. ദൈവമക്കൾക്ക് ഏത് സാഹചര്യത്തിലും ദൈവകൃപ ലഭിച്ചൊരു ദൈവ പൈതലിന് സ്തോത്രം പറയാൻ ആരുടെയും സപ്പോർട്ട് വേണ്ട. ദൈവമക്കൾ ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാൽ, ഞാൻ പറയട്ടെ, ദൈവ പൈതലെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ വായി തുറക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും വിഷയങ്ങളുടെ മറുപടി നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുന്നത്. ഞാൻ ശാന്തമായിട്ട് പറയട്ടെ, വിഷയങ്ങളുടെ മറുപടി ദൈവം സാധിപ്പിച്ചു തരാൻ ശക്തനാ. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് ചെയ്യും. സ്തോത്രം പറയാൻ ഹൃദയത്തിൽ നിന്ന് നമുക്ക്
താല്പര്യമുണ്ടാകണം. ഈ രണ്ടാമത്തെ ഭാഗമാണ് അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാധനയിൽ ദൈവാനുഗ്രഹം പ്രാപിച്ച വിവിധ കൂട്ടരെ ഇതിൻ്റെ അകത്തു നിന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. ഓരോ ജനത്തിനും ഓരോ വ്യത്യസ്ത അനുഭവമാണ്. ഇവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവത്തിലൂടെയാണ് നമ്മൾ ദൈവസന്നിധി വന്നത്. ചിലർ ദൈവവചനം വായിച്ച് കേട്ടു വന്നവരുണ്ട്, ചിലരൊരു ട്രാക്റ്റ് വായിച്ചു വന്നവരുണ്ട്, ചിലപ്പോൾ ഒരു രോഗശാന്തി വന്ന് ദൈവസന്നിധിയിലേക്ക് വന്നവരുണ്ട്, ചിലപ്പോൾ കടഭാരം വന്ന് ആത്മഹത്യയിലേക്ക് ഒരുങ്ങിയ സമയത്ത് വിശ്വാസത്തിലേക്ക് വന്നവരുണ്ട്. മുമ്പും പിൻപും അടഞ്ഞ് ഇടവും വലവും അടഞ്ഞ് ഒരു ഗത്യന്തരമില്ലാതായി ദൈവസന്നിധിയിലേക്ക് വന്നിട്ടുണ്ട്. ചിലർ ദർശനം കണ്ടു വന്നിട്ടുണ്ട്, ചിലപ്പോൾ വെളിപ്പാട് കണ്ടു വന്നിട്ടുണ്ട്, ചിലർ ആരുടെയെങ്കിലും നിർബന്ധത്താൽ വന്നിട്ടുണ്ട്, പല നിലകളിൽ ദൈവസന്നിധിയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളുക ദൈവ പൈതലേ, ഏത് നിലയിലാണ് നീ വന്നതെന്നുള്ളതല്ല, ദൈവമാണ് നിന്നെ വിളിച്ചതെന്നുള്ള ബോധ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ നിർത്താൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. ഇവിടത്തെ പദങ്ങൾ നിങ്ങൾ ശാന്തമായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഭാഗവാക്യത്തിൽ ഇങ്ങനെ കാണുകയാണ്, യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു. ദൈവത്തിനു സ്തോത്രം. എന്നിട്ട് പറയുന്നത് കേട്ടോ, അവിടെ പറയുന്നത് ഇങ്ങനെയാ, കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്തു. എവിടെ നിന്നൊക്കെയാ കൂട്ടിച്ചേർത്തെന്ന് പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് പറയുക. പ്രൈസ് ഒരു ദിക്കിൽ നിന്നുള്ളവരെ മാത്രമല്ല, ഒരു ഭാഗത്തു നിന്നുള്ളവരെ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ദൈവം കൂട്ടിച്ചേർക്കുകയാ. ഈ കൃപയ്ക്കായി കൂട്ടിച്ചേർക്കുകയാ, ഈ വിശ്വാസത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാ, ഈ രക്തത്തിന്റെ വിലയാക്കി ദൈവം കൂട്ടിച്ചേർക്കുകയാ. ഇന്ന് പകൽക്കാലം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത് മനുഷ്യനല്ല. മനുഷ്യനാണെങ്കിൽ നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വരുമ്പോൾ ഇട്ടേ ചോടിപ്പോയേനെ. എന്നാൽ ദൈവം കൂട്ടിച്ചേർത്തതിനെ മുറിക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാവിലെ ദൈവകൃപ പ്രാപിച്ച ദൈവ പൈതലേ, വീണ്ടെടുക്കപ്പെട്ടവന്റെ വായിൽ പുതിയ പാട്ടുണ്ട് കേട്ടോ. വീണ്ടെടുക്കപ്പെട്ടവന്റെ വാതിൽ തുറക്കുമ്പോൾ അവന്റെ അകത്തു നിന്ന് വരുന്ന പരാജയത്തിന്റെ ഭീഷണിയുടെ വാക്കുകളല്ല, അവന്റെ അകത്ത് പ്രൈസ് സ്തോത്രത്തിന്റെ സ്വരം അകത്തു നിന്ന് ഉയരണം. ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചോട്ടെ, അകത്ത് സ്തോത്രത്തിന്റെ സ്വരം പറയുന്ന നിനക്ക് എതിരെ വരുന്ന ഭീതിയുടെ വാക്കുകൾ, അതിനെ തരണം ചെയ്യാൻ അഭിഷേകം നിന്റെ മേൽ ദൈവം തരികയാ. ഇന്ന് പകൽ ആത്മാവിൽ ഞാനത് ദൈവമക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ആരാധന ദൈവാനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊരു സമൂഹ ബലിയായി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു എന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വേദപണ്ഡിതാവായ ഗുങ്കൽ എന്ന് പറയുന്ന മനുഷ്യൻ പറയുക. സമൂഹമായി ഒരുമിച്ച് വന്ന് ദൈവത്തിന് കൊടുക്കുന്ന ഒരു യാഗമാണ്, അർപ്പണമാണ്. ദൈവത്തിന് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് കൊടുക്കുന്ന ഒരു അർപ്പണമായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ അധ്യായത്തിൽ നിന്ന്. അങ്ങനെയെങ്കിൽ ഈ അധ്യായത്തിലെ ഓരോ ഭാഗങ്ങൾ ഞാൻ ഒരു 4 ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ച് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. എല്ലാവരും ഒന്ന് ശാന്തമായിട്ട് ശ്രദ്ധിക്കണം. ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ശ്രദ്ധിച്ച ദൈവ പൈതലേ, എല്ലാ വഴിയും ചൊവ്വയുള്ള വഴിയല്ല. ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാം ദൈവഹിത പ്രകാരമുള്ള വഴിയല്ല, എല്ലാം ദൈവത്തിൻ്റെ ആലോചന പ്രകാരമുള്ള പോക്കുമല്ല. എന്നാൽ ദൈവം ചൊവ്വയുള്ള വഴിയിൽ നടത്താൻ ചില വേദനകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. എന്തിനാണ് ആ വേദന കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, ചൊവ്വയുള്ള വഴിയിലേക്ക് നിന്നെ തിരിച്ചുവിടാൻ ചിലത് നിന്റെ മുമ്പിൽ ദൈവം അടച്ചു. ദൈവം ചിലത് അടച്ചത് പ്രൈസ് നിന്നെ നേരായ വഴിയിലേക്ക് എത്തിക്കാനാണെന്ന് ഇന്ന് രാവിലെ നിങ്ങൾ മറന്നു പോകരുത്. ആ ലഭിച്ച ഒരു ദൈവ പൈതൽ ആത്മാവിൽ പറയണം, ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവ് എന്നെ ഇപ്പോൾ നടത്തുന്ന വഴി ചൊവ്വയുള്ള വഴിയാ. പ്രൈസ് ദി ലോർഡ്. വേണ്ടാത്ത ചിലതൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി തന്നു. വേണ്ടാത്ത ചില വഴികളിലൂടെയുള്ള യാത്രകൾ ദൈവം നിർത്തി. ദുഷ്ടന്മാരുടെ ആലോചനയും പാപികളുടെ വഴികളും പ്രൈസ് ദി ലോർഡ് പരിഹാസികളുടെ ഇരിപ്പിടങ്ങളും ഒക്കെ ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലകളിലെ ജീവിതത്തിൽ നിന്ന് സ്വർഗം അവിടെ നിന്നെല്ലാം വിടുവിച്ച് ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണാൻ വിശുദ്ധന്മാരുടെ നടുവിലേക്ക്, വിശുദ്ധന്മാരുടെ ഇടയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. അത്ഭുതം ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇന്ന് രാവിലെ കൃപ ലഭിച്ച ദൈവ പൈതലിനോട്, നേരായ വഴിയിൽ ജീവിക്കുന്ന ഒരു ദൈവദാസനോട്, ദൈവദാസിയോട് ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാം, നിന്റെ വഴിയിലെ ഇടർച്ചകളെ പരിഹരിക്കാൻ അവിടെ സാന്നിധ്യം നിനക്ക് മുമ്പായി പോകുക. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ അവിടെ ആത്മാവ് നിനക്ക് മുമ്പായി പോകുക. പകൽ മേഘസ്തംഭമായി പോകുക, രാത്രി അഗ്നി തൂണായി പോകുക, നിനക്ക് മുമ്പേ പോകുക. ഇന്ന് രാവിലെ ദൈവകൃപ പ്രാപിച്ച ദൈവ പൈതലേ, മുമ്പേ നടക്കുന്ന ഒരു ദൈവ സാന്നിധ്യം.
ചൊവ്വയുള്ള വഴിയിലാണോ നീ യാത്ര ചെയ്യുന്നത്? ദൈവഗത പ്രകാരമുള്ള യാത്രയാണോ നിന്റേത്? എങ്കിൽ പരാജയപ്പെടത്തില്ല കേട്ടോ. ഇന്നിന്റെ വേദനകളെ പരിഹരിക്കാൻ ഇവിടെ വചനം നിന്റെ അകത്ത് ദൈവം തരികയോ. പകൽ എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. ഈ സന്ദേശം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ചൊവ്വയുള്ള വഴിയിൽ നടന്ന് നിത്യതയിൽ എത്തേണ്ടവരാ. പഴയ നിയമ ഇസ്രായേലിന് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്കൊരു ദേശമുണ്ട്, ഒരു കനാൻ. അവരെ ദൈവാത്മാവ് കാണിച്ചു. ഒരു കനാനിലേക്ക് അവർ യാത്ര ചെയ്യുന്നത്. യാത്രയുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ എത്ര വലുതാണേലും മുമ്പോട്ട് പോകാൻ ഒട്ടും കഴിയത്തില്ല. ഫറവോന്യ ശക്തികൾ അവരെ വിടത്തില്ല. എത്ര ബന്ധിച്ചു വെക്കാമോ, എത്ര പിടിച്ചു നിർത്താമോ, എത്ര കെട്ടിയിടാമോ, അതെല്ലാം ഫറവോന്യ ശക്തികൾ ചെയ്യും. ശ്രദ്ധിച്ചോ ദൈവ പൈതലേ, വാഗ്ദത്തമുണ്ട് കാനാൻ, പക്ഷെ നിന്നെ പുറപ്പെടുവിക്കത്തില്ല. നിന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കത്തില്ല. പിതാക്കന്മാര് അല്ലല്ലോ നിലവിളിക്കുക, അല്ലല്ലോ കഷ്ടത ദൈവം കണ്ടു, അല്ല കണ്ണുനീര് ദൈവം കണ്ടു, നിലവിളി ദൈവം കേട്ടു. പുറപ്പെടുവിക്കാൻ ദൈവത്തിന്റെ ദാസൻ മോശയെ എഴുന്നേൽപ്പിച്ചു. പക്ഷേ പുറപ്പെടുവിക്കാൻ ദൈവത്തിന്റെ ദാസൻ എഴുന്നേറ്റ് വന്നെങ്കിൽ മുമ്പോട്ട് ജനത്തെ വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഫറവോന്യ ശക്തി. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പറയാ, ദൈവം ചില ബാധകളിലൂടെ ജനത്തോട് ഇടപെടുകയാ. ദൈവം ചിലതിലൂടെ ദൈവം സംസാരിക്കുകയാ. ഇന്ന് രാവിലെ ഞാൻ ആത്മനിറവിൽ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ ദാസേ, ദൈവം ഒരുവനെ പുറത്തു കൊണ്ടുവരണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരുവളെ പുറത്തു കൊണ്ടുവരണമെന്ന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന മണ്ഡലത്തിലൂടെ ദൈവാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുമോ? ദൈവം നിന്നെ പുറത്തെടുക്കോ? നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യോ? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവെ സ്തോത്രം ചെയ്യണം. അവരുടെ യാത്രയിൽ ഉണ്ടായ പ്രതിസന്ധികളൊക്കെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അധ്യായം ശാന്തമായി പഠിച്ചാൽ അത് നമുക്ക് കാണാം. ഞാൻ ആ ഭാഗത്തിലേക്കൊന്ന് പെട്ടെന്ന് വരട്ടെ. എൻ്റെ സമയം പെട്ടെന്ന് തീരുന്നു, അതെനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഭാഗത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. അച്ഛാ, ഒന്ന് വായിക്കാമോ? 6-ാമത്തെ വാക്യം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഞെരുക്കങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചു. കാരണം എന്താ? ഒരു നിലവിളിയുണ്ട്. നിലവിളിക്കുന്നവന്റെ നിലവിളിയുടെ മുമ്പിൽ ഒരു വിടുതലുണ്ട്. ഇതാരാ? പാർട്ടികൾ ഇസ്രായേൽ മക്കളാ. ഇവിടെ നിലവിളിക്കാനുണ്ടായ സംഭവം എന്താ? ഇതിന്റെ മുമ്പിലത്തെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിക്കേ. അവരുടെ മരുഭൂ യാത്രയിൽ അവർക്ക് വിശന്നു, അവർക്ക് ദാഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നിലവിളിക്കേണ്ട വിഷയം ചിലപ്പോൾ വരും കേട്ടോ. നിലവിളിക്കേണ്ട വിഷയം വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവം നിന്നെ മറക്കുന്നതിന്റെ ലക്ഷണമല്ല. വിശന്നും ദാഹിച്ചും ഇരിക്കുമ്പോൾ അറിയാതെ നിലവിളിച്ചു പോകും. സമൃദ്ധി ഉള്ളപ്പോൾ ഒരു പക്ഷേ നിലവിളിക്കത്തില്ല. 3 നേരത്തിന് ആഹാരം വീട്ടിലുണ്ടെങ്കിൽ, ഫ്രിഡ്ജിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എല്ലാ സജ്ജീകരണങ്ങളും വീട്ടിലുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ പോയി വാങ്ങുവാൻ ആളുണ്ടെങ്കിൽ, കയ്യിൽ പണമുണ്ടെങ്കിൽ, വിശപ്പിന്റെ വില എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. ദാഹത്തിന്റെ വില എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. എന്നാൽ പോക്കറ്റിൽ പണമില്ല, വാങ്ങാൻ നിർവാഹമില്ല, സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ വിശന്നും ദാഹിച്ചും ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിലവിളിക്കല്ലാതെ മാർഗമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, വിശന്ന് ദാഹിച്ചിരിക്കുമ്പോൾ നിലവിളിക്കുന്ന ജനത്തിനു വേണ്ടി അവരുടെ കഷ്ടതയിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം വിശന്നിരിക്കുന്ന ദൈവ പൈതലേ, ദാഹിച്ചിരിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, മരുഭൂമിയിൽ നിനക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് നീർത്തോടൊരുക്കുവാൻ, മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ഒരു പാത തുറക്കാൻ, മരുഭൂമിയെ പ്രൈസ് ദി ലോർഡ് ജലതടാകമാക്കാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. നീ ചിന്തിച്ചേക്കാം, ഇവിടെ എന്തോ നന്മയുണ്ടാകാനാ? ഇല്ല. നീ മരുഭൂമിയെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ അകത്ത് പ്രൈസ് ദി ലോർഡ് ചിലതിനെ പൂവിടിപ്പിക്കാൻ, ചിലതിനെ ഫലം കായ്പിക്കാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ശൂന്യതയ്ക്കകത്തുനിന്ന് പ്രവർത്തിക്കാൻ ഇന്ന് രാവിലെ കഴിവുണ്ടെന്ന് ആത്മാവിൽ ഞാൻ പറയുമ്പോൾ എത്ര പേർ ആത്മാവിൽ സ്തോത്രം പറയോ? എൻ്റെ കുടുംബത്തിനകത്ത് ശൂന്യതയ്ക്കകത്തുനിന്ന് ദൈവം ചിലത് പണിത് കൊണ്ടുവരാൻ ഇന്ന് രാവിലെ ശക്തനാണ്. അതുകൊണ്ട് ആത്മാവിൽ നിങ്ങൾ പറയണം, എന്റെ കഷ്ടതയിൽ ഞാൻ പിറപിറത്തു ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകത്തില്ല. എൻ്റെ ദൈവത്തിൽ നിന്ന് അകലം വിട്ട് ഞാൻ യാത്ര ചെയ്യത്തില്ല. ഞാനൊരു പിന്മാറ്റക്കാരനായി പോകത്തില്ല. ഞാനൊരു ലോക സ്നേഹിയാകത്തില്ല. എൻ്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് നിലവിളിക്കും. ദൈവം എനിക്ക് അത്ഭുതം ചെയ്യും.
വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞേ. കഷ്ടതയുടെ നടുവിൽ നിലവിളിച്ചാൽ ആ നിലവിളി ദൈവം കേൾക്കും. ഇവിടുത്തെ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടുത്തെ ഭാഗം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അതിനെ ബന്ധപ്പെടുത്തിയ ഇസ്രായേൽ മക്കളുടെ മരുഭൂവാസികളുടെ ആ സഞ്ചാരങ്ങൾ, യാത്രകൾ, അതാണ് ആദ്യത്തെ ഭാഗങ്ങൾ. അവിടെ അവർക്ക് വിശന്നതും ദാഹിച്ചതുമാണ് അവിടുത്തെ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം 10 മുതലുള്ള വാക്യങ്ങളാണ്. 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആ 16 വരെയുള്ള വാക്യങ്ങളുടെ ഇടയ്ക്കത്തെ ഒരു പദമാണ് 13-ാമത്തെ വാക്യം. നമ്മൾ വായിച്ച അതേ വാക്യം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ വാക്യം? അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഇത് രണ്ടാമത്തെ മറ്റൊരു കഷ്ടതയാ. മുമ്പേ നടന്ന കഷ്ടത വിശന്ന് ദാഹിച്ചിരുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോഴത്തെ കഷ്ടത വേറൊന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു കഷ്ടത കഴിഞ്ഞു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, മറുപടി കിട്ടി. ഇനി കഷ്ടത വരത്തില്ലെന്നല്ല. അക്കരയിലുള്ള യാത്രയിൽ, പ്രൈസ് കനാനിലേക്കുള്ള യാത്രയിൽ, പ്രൈസ് അടുത്ത കഷ്ടത നിന്റെ മുമ്പിലുണ്ട്. യാത്രക്കിടയിൽ കഷ്ടതയുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. അവിടെ പരിശുദ്ധാത്മാ പറയുക, ഇവിടെ ഇവരെ നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. കണ്ടോ? അരിഷ്ടതയാലും ഇരുമ്പി അങ്ങയാലും ബന്ധിക്കപ്പെട്ടു. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ ഒരു തടവ് പുള്ളിയെ പോലായി നിൽക്കുക. ഇപ്പോ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? പ്രൈസ് ബന്ധിക്കപ്പെട്ട് നിൽക്കുക ഒരു തടവ് പുള്ളിയെ പോലെ. പ്രൈസ് അല്ല. കാരണം എന്താണെന്നറിയാമോ? വായിലെ ചില മത്സരവാക്ക്. പ്രൈസ് അല്ല. വേറെ ആരും അതിന്റെ കാരണമില്ല. വേറെ ആരെയും അതിന് കൂട്ടുപിടിക്കണ്ട. നിന്റെ വായിലെ ചില മത്സരം കൊണ്ട് സ്വർഗം നിനക്ക് എന്തു ചെയ്തു? ചില വിലങ്ങിട്ടു, ചില കൈകൾ, കാലുകൾ, പ്രൈസ് ദി ലോർഡ്, ചിലത് ദൈവം വിലങ്ങിട്ടു. ഇന്ന് രാവിലെ ദൈവമൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. കൈകളിലും കാലുകളിലും വിലങ്ങുകൾ, ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇത് അഴിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആരാധിക്കുന്ന ദൈവ പൈതലേ, ശാന്തമായി ശ്രദ്ധിച്ചോ. അല്ല, ചങ്ങലകളിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. പ്രാർത്ഥിക്കുന്ന സഹോദര, നിന്റെ ജീവിതത്തിലെ പ്രൈസ് ദി ലോർഡ് ഒരു കൂട്ടം ആളുകൾക്ക് പ്രൈസ് ദി ലോർഡ് ശാരീരികമായി ആഹാരത്തിനാണ് നിലവിളിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞുടനെ അടുത്ത നിലവിളി ബന്ധിക്കപ്പെട്ടതാ. ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടെന്ന്. ഇതിന്റെയൊക്കെ സംഭവങ്ങൾ പഴയ നിയമപുസ്തകങ്ങൾ, പുറപ്പാട് പുസ്തകങ്ങളുമായി കല്ലിൽ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരും നിന്നില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, കുറെയൊക്കെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കാം. കൈയും കാലും ഒക്കെ ബന്ധിച്ചാൽ എന്നാ കുഴപ്പം? ഏതായാലും വലിയ കുഴപ്പമില്ലല്ലോ, ആഹാരം ഉണ്ടല്ലോ, മന്ന കിട്ടുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരി, എന്റെ സഹോദര, പിതാവേ, ആത്മാവിൽ ഞാൻ പറയാം, ആ ബന്ധിക്കപ്പെട്ട സമയം നീ തിരിച്ചറിഞ്ഞ് നിലവിളിക്കാൻ തയ്യാറായിക്കോണം. യഹോവയോട് നിലവിളിച്ചു. നിലവിളിയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്നെന്ന്. കുറച്ചുകൂടെ ഹൃദയം മത്സരിക്കാൻ തുടങ്ങിയാൽ വിഷയം പിന്നെയും കഠിനമാകും. കുറച്ചുകൂടെ വിഷയം കഠിനമാകും. കുറച്ചുകൂടെ വിഷയത്തിന്റെ അകത്ത് പ്രൈസ് ശത്രു ജയിക്കും. കുറച്ചുകൂടെ നീ പരാജയത്തിൽ പോകും. അതാ ശത്രു ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിലേക്ക് ദൈവാത്മാവ് നിന്നെ നയിക്കുക. നീ ഹൃദയം കഠിനപ്പെടരുത്, നീ മത്സരിക്കരുത്. ദൈവസന്നിധി വീഴുക, നിലവിളിക്കുക. ദൈവം നിന്റെ വിഷയത്തിന്റെ അകത്ത് ഇടപെടും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇതൊക്കെ ചേർത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പ്രിയ അള്ളിബ്രനോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല, സമയം ചുരുക്കമുള്ളൂ, പലപ്പോഴും ഞാൻ പറയാറില്ല. എൻ്റെ ശുശ്രൂഷ അനുഭവത്തിൽ ധാരാളം എൻ്റെ അനുഭവങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും സമയം വചനം പ്രസംഗിക്കണമെന്നുള്ള ആവേശത്തിന് അതങ്ങ് പറഞ്ഞു പോകും. അനുഭവം പറയാൻ പലപ്പോഴും പറ്റാറില്ല. ദൈവത്തിന് സമയം നോക്കുമ്പോഴത്തേക്ക് സമയം തീരും. പ്രൈസ് ദി ലോർഡ്. അവസാനം എൻ്റെ അനുഭവം ഇടയ്ക്കൊക്കെ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊന്നും പറ്റുന്നുമില്ല. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് 17 മുതലുള്ള വാക്യങ്ങളാണ്. 17 മുതൽ 22 വരെ നിങ്ങൾ ഇതെല്ലാം വീട്ടിൽ ചെന്നൊന്ന് നോക്കണം കേട്ടോ. ഞാൻ ഓടിച്ച് കമ്പി വാക്കുകൾ പോലെ പറയുക. 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. വാക്യം 19 അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. അവിടെ 19 എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെയും അതേ വാക്യം തന്നെ ആവർത്തിക്കുക. 17 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ പ്രൈസ് പരിശുദ്ധാത്മാവ് പറയുന്നത് സൗഖ്യമാക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്,
പ്രൈസ് ദി ലോർഡ്, അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലോട് സമീപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ വരികയാ. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യേക സമയത്ത് അവര് രോഗശാന്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇത് സൗഖ്യമാക്കുന്നൊരു ദൈവമാണ്. മറ്റേ താമ്രവാദികളെ മുറിക്കുന്നതും ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാ അല്പം മുമ്പേ പ്രാർത്ഥിച്ചു വിടുതൽ കിട്ടിയത്. എന്നാൽ അടുത്ത വിഷയം വന്നിരിക്കുക, രോഗം. ശാരീരികമായി മാനസികമായി ബന്ധിക്കപ്പെടുന്ന ചില രോഗങ്ങൾ. ഇതിന്റെ മറുപടിയിൽ വിടുതലുണ്ടോ? അതെ, വിടുതലുണ്ട്, വിടുതലുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാ, ആ രോഗത്തിനും ദൈവം നിനക്ക് സൗഖ്യം തരും. മരുഭൂമിയിലെ യാത്രയിൽ നിനക്കെതിരെ വരുന്ന പ്രൈസ് ദി ലോർഡ് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നത്തക്കതുപോലെ, ആഹാരത്തോട് ഇഷ്ടമില്ലാതെ വരത്തക്കതുപോലെ ഇല്ല രോഗങ്ങൾ, ഇല്ല മാനസിക സംഘർഷങ്ങൾ ജീവിതത്തിനകത്ത് കടന്നുകൂടുമ്പോൾ ആത്മാവ് ഇന്ന് രാവിലെ പറയുകയാണ്, ആ രോഗത്തിന് സൗഖ്യം തരാൻ എന്റെ ദൈവം ശക്തനാ. വിശ്വസിക്കുന്നവർ ദൈവത്തോട് സ്തോത്രം ചെയ്താട്ട്. ആ മൂന്നാമത്തെ പദവും നിങ്ങൾ ശ്രദ്ധിച്ചോണ്. 19ാമത്തെ വാക്യത്തിൽ അവർ തങ്ങളുടെ, ഒന്ന് ചേർന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് നമുക്ക് ചേർന്ന് പറയാ, അവർ തങ്ങളുടെ കഷ്ടതയിൽ ഓവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന്, കഷ്ടതയും ഞെരുക്കവും തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ. നിന്റെ ഞെരുക്കങ്ങൾ നിന്നെ ഞെരുക്കി 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 പ്രൈസ് മുമ്പോട്ട് വിടാതെ നിന്നെ ഞെരുക്കുന്ന ചില വിഷയങ്ങൾ അത് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് രാവിലെ നിലവിളിക്കൂ. ഉഴങ്കാലം അടക്കാൻ തയ്യാറെടുക്ക്. ഉപവാസത്തിന് വേണ്ടി സമയമെടുക്ക്. പ്രാർത്ഥിക്കാൻ സമയമെടുക്ക്. കണ്ണുനീരൊഴുക്കി ദൈവത്തോട് കരേ. സ്വർഗം നിന്റെ വീടിനകത്ത് ഒരു അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഒന്ന് സ്തോത്രം പറയണം. ഇന്ന് രാവിലെ പിതാക്കന്മാർ അവരുടെ കയ്യിൽ ആസ്തിയില്ലായിരുന്നു, അവരുടെ കയ്യിൽ ശാരീരികമായി ബലമില്ലായിരുന്നു, പ്രൈസ് ദി ലോർഡ് ഒരു ഇൻഫ്ലുവൻസും അവർക്കില്ലായിരുന്നു. പക്ഷേ അവർക്ക് കൈ മുതലായി ഉണ്ടായിരുന്നത് മുഴങ്കാലും മടക്കാൻ അവർക്ക് ദൈവ കൃപ കൊടുത്തു. അവർ ദൈവസതി മുഴങ്കാലും മടക്കി, അവർ ദൈവസതി കരഞ്ഞു. ഇന്ന് പകൽ ദൈവകൃപ പ്രാപിച്ച ദൈവ പൈതലെ, മുഴങ്കാലം അടക്കുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. വിശ്വസിച്ച് ആത്മാവിധി സ്തോത്രം പറയണം. ഇന്ന് രാവിലെ വീട്ടിൽ പോകുന്നതിന് മുമ്പേ ഒരു തീരുമാനമെടുക്കണം. നിന്റെ കഷ്ടതയിൽ എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് സ്തോത്രം പറയണം. 4ാമത്തെ പദം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 4ാമത്തെ ഭാഗം പ്രൈസ് ദി ലോർഡ് 28ാമത്തെ വാക്യം. അതും അതേ വാക്യം തന്നെ. സമയമില്ലല്ലോ. 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഈ ജനം സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന സംഭവം, സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കാലം. ഈ വെള്ളം നിന്നെ മുക്കാം, ഒഴുകി വരുന്ന വെള്ളം നിന്നെ മുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇരു കരയും പൊങ്ങി നിൽക്കുന്ന ഈ വെള്ളം നിന്നെ ഒഴുക്കി കളയാം. ആ പല്ലിന് നീ ഇരയാകാം. ആ ഹല്ലേലൂയ വായു വളർന്നു നിൽക്കുന്ന വെള്ളത്തിന്റെ അകത്ത് നീ ഒതുങ്ങി പോകാം. പക്ഷേ സ്വർഗം നിന്നെ വിടുവിക്കുക. പ്രൈസ്. വെള്ളം ഇല്ലെന്നല്ല, വെള്ളം ഇല്ലാതെ അങ്ങ് പോകുക എന്നല്ല, വെള്ളമുണ്ട്. പക്ഷേ നിന്റെ നിലവിളിക്കകത്ത് നിനക്ക് വേണ്ടി ഒരു വിടുതൽ തരിക. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനോട് ദൈവാത്മാവിൽ ഞാൻ പറയാ, ഈ 4 സംഭവങ്ങളെ ബന്ധപ്പെടുത്തിയ 107-ാം സങ്കീർത്തനം രചിച്ചിരിക്കുന്നത്. 4 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇന്ന് രാവിലെ നിങ്ങൾ വാസ്തവമായി ചിന്തിക്കണം. ഈ 4 സംഭവവും ജീവിതങ്ങളോട് ദൈവം ഇടപെടുക. ഇന്നലകളിൽ ഇസ്രായേൽ മക്കൾക്ക് ഈ 4 സംഭവങ്ങൾ വന്നെങ്കിൽ ഇന്നിന്റെ ഇസ്രായേലിനും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ശ്രദ്ധിച്ചോ, ഈ 4 സംഭവം നമുക്കുമുണ്ട്. രോഗം നമുക്കില്ലേ? പ്രൈസ് ദി ലോർഡ്. രോഗം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. തടവ്, ബന്ധിക്കപ്പെട്ട അനുഭവങ്ങൾ നമുക്കില്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സമുദ്രത്തിൽ പ്രതിസന്ധികളോടുള്ള യാത്രകൾ നമുക്കില്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജീവിതത്തിൽ പലതും നേരിടും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നാം ഹൃദയം കഠിനപ്പെട്ടിട്ട് ഒരർത്ഥവും ഇല്ല. ആരോട് ഹൃദയകാഠിന്യം വെച്ചുകൊണ്ടിരിക്കരുത്. ഹൃദയം കഠിനപ്പെട്ടു പോകുന്തോറും ശത്രു ജയിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഹൃദയത്തിന്റെ അകത്ത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ചു, സ്വർഗം പ്രവർത്തിക്കാൻ ശക്തനാ.
ഞാൻ നിങ്ങളോട് പറഞ്ഞു നിർത്തുക. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, എൻ്റെ മാതാവേ, എൻ്റെ പിതാക്കളെ, ഞാൻ നിങ്ങളോട് സ്നേഹബുദ്ധിയാ പറയുന്നു. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ നിലവിളിക്കുക, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കണ്ണുനീരൊഴുക്കുക. അക്കരയെത്തിക്കാൻ ദൈവശക്തനാണ്, അക്കരയെത്തിക്കും. ഉള്ള വായിച്ച കുറിവാക്കി ഒന്നുകൂടെ ഞാൻ പറയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. 107-ാം സങ്കീർത്തനത്തില് പ്രൈസ് ദി ലോർഡ് നമ്മൾ വായിച്ച വാക്യം എങ്ങനെയാ? അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴി. ദൈവം നിന്നെ ചൊവ്വയുള്ള വഴി നടത്തിയിരിക്കുക. നീ ക്ഷീണിച്ചു പോകരുത്. ദൈവകൃപയോടെ നീക്ക്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിലെ ഏറ്റവും അവസാന ചില മിനിറ്റുകൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ സിസിൽ ബ്രദർ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ തുടർന്നുള്ളൊരു 15 മിനിറ്റ് വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. അതിനായിട്ട് സ്നേഹത്തോടെ ഞാൻ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുകയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ മീറ്റിങ്ങിലും, മറ്റ് എല്ലാവർക്കും എല്ലാ മീറ്റിങ്ങിലും കയറാൻ പറ്റിയില്ലെങ്കിലും സിസിൽ ബ്രദറിന് എല്ലാ മീറ്റിങ്ങിലും കയറിയേ പറ്റൂ. കാരണം താനാണ് നമുക്ക് ഇതിൻ്റെ ഹോസ്റ്റ് ചെയ്ത് തരുന്നത്. എല്ലാ മീറ്റിങ്ങിലും, വെള്ളിയാഴ്ചത്തെ ആയിക്കൊള്ളട്ടെ, ശനിയാഴ്ച ആയിക്കൊള്ളട്ടെ, ഏത് ഉപവാസ പ്രാർത്ഥന ആയിക്കോട്ടെ, ഏത് ആരാധന യോഗമായിക്കൊള്ളട്ടെ, ഏത് മീറ്റിങ്ങിലും, ഈ കലിശ്ശേരി സഭയിലെ ഏതോ മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഹോസ്റ്റ് ചെയ്യുന്നത് പുള്ളിയാണ്. പുള്ളി കയറിയില്ലെങ്കിൽ പ്രൈസ് അത് ഹോസ്റ്റ് ചെയ്ത് തന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. എല്ലാ മീറ്റിങ്ങിലും കയറുകയും ഈ സഭയ്ക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുകയും ചെയ്യുന്ന. കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിലൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, അന്നേരം തന്നെ എനിക്കതിൻ്റെ പ്രൈസ് അലോട് പ്രോഗ്രാം ഓർഡറാക്കി എൻ്റെ മൊബൈലിലേക്ക് ഇട്ട് തരിക. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ചെയ്യുന്ന പ്രൈസ് അലോട് നമ്മുടെ നടുവിലില്ലെങ്കിലും വിദേശത്താണെങ്കിലും നമ്മളോട് കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിസിൽ ബ്രദർ തുടർന്നുള്ള 15 മിനിറ്റ് നമ്മളോട് സംസാരിക്കും. സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കും. Praise the Lord. Praise the Lord. ഹലോ, കേൾക്കാമല്ലോ? പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ദൈവപാദപീഠത്തിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മുഖവരെ ഒന്നും കൂടാതെ വണ്ണം ദൈവവചന ശുശ്രൂഷയിലോട്ട് നേരിട്ട് കടക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 16 അതിന്റെ 1-ാം വാക്യം, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ദൈവവചനത്തിലെ 16-ാം സങ്കീർത്തനത്തെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ അത് അഫർമേഷൻ ഓഫ് ഫെയ്ത്ത് അഥവാ വിശ്വാസത്തിന്റെ ഉറപ്പിനെ പറയുന്ന ഭാഗമാണ്. 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. അതിന്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ ദൈവവുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അതിനകത്തുള്ളത്. അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പ്രത്യാശയിലുള്ള സന്തോഷമാണ്. ഇതൊന്നും പറയുവാൻ എനിക്ക് നേരമില്ലാത്തത് കൊണ്ട് അതിന്റെ 1-ാമത്തെ ഭാഗം ദ അഫർമേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഉറപ്പ്, ആത്മീക ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഉറപ്പിനെ പറ്റി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ വേണ്ടി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് 15 മിനിറ്റ് ആണുള്ളത്. ഞാനിവിടെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ് ആകുമ്പോൾ നിർത്തുന്നതായിരിക്കും. ഈ നമ്മുടെ ജീവിതത്തിലെ ആത്മീകമായ ഉറപ്പിന് കാരണമാകുന്ന 2-3 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 1, നോയിങ് ഗോഡ്സ് ലവ്, ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുമ്പോൾ നമുക്ക് ഒരു ഉറപ്പാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയ മകന്റെ കാര്യം. ശ്രദ്ധിക്കണമേ, 1-ാമത്തെ മകൻ അറിയാവുന്ന കാര്യം മൂത്ത സഹോദരൻ അറിയത്തില്ലായിരുന്നു. 1-ാമത്തെ മകൻ ഇളയ സഹോദരൻ ചോദിക്കുന്നു, അപ്പ എനിക്കുള്ള പങ്ക് തരണമെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവൻ അപ്പന്റെ ഹൃദയത്തെ അറിയാം, അപ്പനെ അറിയാം. അതുകൊണ്ട് അവൻ ചോദിച്ചു, അവൻ കിട്ടി, അവൻ അതുകൊണ്ട് പോയി. എന്നാൽ 2-ാമത് നോക്കണേ, ഇവന്റെ മടങ്ങി വരവിന് ശേഷം അവിടെ വീട്ടിൽ ഉത്സവം നടക്കുമ്പോൾ ജ്യേഷ്ഠ സഹോദരന് ഈ മുടിയനായ പുത്രന് ഉള്ള ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു. അവൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അകത്ത് നടക്കുന്നത് കണ്ട് അവന് കോപിക്കുകയാണ്. 2, അവൻ ഭവനത്തിൽ കടക്കാതിരിക്കുകയാണ്. 3, അവൻ മനസ്സില്ലാത്തവൻ, പിടിവാശിയുള്ളവനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എന്താണ്? മൂത്ത മകന് പുറത്തു നിൽക്കുമ്പോൾ ഈ മുടിയനായ പുത്രന്റെ ഒരു ഗുണം എന്തായിരുന്നു അറിയാം? അവൻ വിദൂരത്തിലാണെങ്കിലും
അപ്പന്റെ സ്നേഹത്തിന്റെ ആഴത്തെ അറിഞ്ഞതുകൊണ്ട്, ഞാൻ പറയട്ടെ, അവൻ അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. He knows his father's love. അവൻ അപ്പന്റെ സ്നേഹത്തിന്റെ ആഴം അറിഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ എല്ലാവരും പേര് നാണം കെട്ടു. ജീവിതത്തിൽ മുടിയനായ പുത്രൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പക്ഷേ ഇവന്റെ അകത്ത് അപ്പനുള്ള സ്നേഹമുള്ളത് കൊണ്ട് ഒരു മടങ്ങിവരവിന്റെ അവസരമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൻ, ഇതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം. ജീവിതത്തിൽ പലപ്പോഴും ദൈവവുമായി അകന്നു പോകുന്ന സാഹചര്യത്തിൽ, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടല്ല നീ മാറി നിൽക്കേണ്ടത്. മറ്റുള്ളവർ പറയും, ഓ നിനക്ക് ഗുണമില്ലെന്ന് പറയും. മറ്റുള്ളവർ പറയും, ഓ നീ തകർന്നു പോയി എന്ന് പറയും. എന്നാൽ നിന്റെ ഉള്ളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പകർന്നിരിക്കുന്ന ദൈവ സ്നേഹമുണ്ടെങ്കിൽ, അത് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവ് കഴിയും. അതാണ് ഒരു ഉറപ്പ് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത്. ദൈവവചനം പറയുന്നത്, റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പറയുന്നത് എന്താണ്? നാം ശത്രുക്കളായിരുന്നപ്പോഴാണ്. We are reconciled with God. നാം ശത്രുക്കളായിരുന്നപ്പോഴാണ് ദൈവത്തോട് നിരപ്പാകെ. നാം നല്ലവരായിരുന്നപ്പോഴല്ല. അതായത് നമ്മെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നോക്കിക്കേ. നാം ശത്രുക്കളായിരുന്നപ്പോഴ്, നാം ഗുണമില്ലാത്തവരായിരുന്നപ്പോഴ്, നാം ദോഷികളായിരുന്നപ്പോഴ് നമ്മെ ദൈവം ദത്തെടുത്തു. ഈ സന്തോഷത്തിന് അവകാശികളാക്കി മാറ്റി. അപ്പൊ ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ വിഷയം എന്താണ്? നമ്പർ 1, ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ചറിയണം. അതാണ് ഉറപ്പ്. ഒന്നാമത്തെ ഉറപ്പ്. ഒരു അഫർമേഷൻ എന്ന പദം ഞാൻ പറയുന്നത്, കർത്താവിന്റെ ദൈവത്തിലുള്ള സ്നേഹം, നിന്നോടുള്ള സ്നേഹം, നിന്നെ സ്നേഹിച്ചത് സ്വന്തം പുത്രനെ ആദരിക്കാതെ സകലതും ഏൽപ്പിച്ചു തന്നെങ്കിൽ സകലതും നൽകത്തില്ലയോ? നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ ആ ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ മനോഭാരങ്ങളെ അറിയുന്നുണ്ട്. ദൈവ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ തകർച്ചകളെ ദൈവം അറിയുമെന്നേ, ഒരു മടങ്ങിവരവിന് അവസരം കിട്ടുമെന്നേ. അതാണ് ഒന്ന്. No, you must know the depthness of love of God. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഉറപ്പ്, ദൈവ സ്നേഹത്തിന്റെ ആഴത്തിന്റെ ഉറപ്പ്. രണ്ടാമത്തെ പോയിന്റ്, knowing the power of the word of God. ദൈവ വചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയണം. യേശു കപ്പർന്നഹൂമിൽ ഇരിക്കുമ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്നിട്ട്, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ വന്ന് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞതിന് അവൻ പറഞ്ഞ വാക്കെന്താണ്? അങ്ങന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അങ്ങ് കൊണ്ടോ ആ വചനത്തിന്റെ ആ പവർ അവൻ തിരിച്ചറിഞ്ഞു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ ദാസന്മാർ പാട്ടുപാടിക്കൊണ്ടിരുന്നപ്പോൾ, 14,000 കിലോമീറ്റർ അങ്ങപ്പുറത്താണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം അതിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ കഴിയണം. അതാണ് ഒരു ഉറപ്പ് നമുക്ക് ജീവിതത്തിൽ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ മടങ്ങി വരത്തില്ല. അത് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. മൂന്നാമത്തേത്, knowing the protection of God. ദൈവത്തിന്റെ, നമ്മുടെ ജീവിതത്തിൽ അടുത്ത ഉറപ്പ് വേണ്ടത് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. ഈ ലോകം മുഴുവൻ ഈ കൊറോണ വൈറസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. എവിടെ നോക്കിയാലും പ്രസംഗത്തിന് അതാണ്. പക്ഷേ ഇഫ് യു നോ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അറിയുകയാണെങ്കിൽ, 91-ാം സങ്കീർത്തനം പറയുന്ന ഇൻഷുറൻസ് പോളിസി പോലെ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്തവൻ, യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. ശ്രദ്ധിക്കണമേ, പറയുന്നത് എന്താണ്? ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. If you know the protection of God, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അറിയുമെങ്കിൽ അത് ജീവിതത്തിലെ ഒരു ഉറപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവ സ്നേഹത്തെ അറിയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അറിയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പാണ്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അറിയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പാണ്. മൂന്നാമത്തെ ഉറപ്പ് ഏതാണ്? Knowing the provision of God. ദൈവത്തിന്റെ കരുതൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുകയാണെങ്കിൽ അതൊരു ഉറപ്പാണ്. അബ്രഹാമിനോട് മകൻ ചോദിച്ച ചോദ്യം, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്,
യാഗമൃഗം എന്തിയെ എന്ന ചോദ്യത്തിന് യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞ ഉത്തരം ജീവിതത്തിൽ, കുടുംബത്തിൽ ഇതേ ചോദ്യം തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിച്ചു കാണും. മക്കളുടെ കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യും? അല്ല, കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുള്ള കുഞ്ഞുങ്ങൾ പലരും വിവാഹം കഴിച്ചു പോയി. നമ്മുടെ മക്കളുടെ വിവാഹം ഇതുവരെ നടക്കുന്നില്ല. അല്ല, നമുക്കൊരു ഭവനം പണിയുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയട്ടോ, നിങ്ങൾക്ക് പറയുവാൻ കഴിയും, യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളും. 2020 തിരിഞ്ഞു നോക്കിയിട്ട് എബനേസർ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രൊവിഷന്റെ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷന്റെ അതറിയുമ്പോൾ അതൊരു ബലമാണ്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിന്റെ ഉറപ്പിനെ പറ്റി പറയുന്ന എന്താണ്? ഞങ്ങൾ സകലവിധ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. എന്തിനാണ് അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കുമ്പോൾ എന്താണ് പറയുന്നത്? യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം എപ്പോഴും വഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുമ്പോഴും ഒരു ഉറപ്പുണ്ട്, യേശുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഓൾവേസ് ക്യാരിങ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ ശരീരം എന്താണ് അത് എഴുതിയിരിക്കുന്നത് അറിയോ? മാനിഫെസ്റ്റിംഗ് ദ പവർ ഓഫ് ജീസസ് ഇൻ അവർ ലൈഫ്. യേശുവിന്റെ ശക്തിയെ നമ്മുടെ ശരീരത്തിൽ അത് മറ്റുള്ളവർക്ക് കാണിക്കുന്നതിന് കാര്യമാണ്. അതാണ് ദൈവവചനത്തിൽ അതാണ് എഴുതിയിരിക്കുന്ന ഭാഗം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സകലതും ഉപേക്ഷിച്ച് ചപ്പെന്നും ചവറെന്നും എണ്ണുന്നത്, എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പിന്നെയും അപ്പോസ്തലനായ പൗലോസ് അതിന്റെ ഉറപ്പ് പറയുന്നൊരു കാര്യമുണ്ട്. നാം റോമാലേഖനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഇഫ് യു ഹാവ് ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ കൂടെ മരിച്ചാൽ, വി ബിലീവ് ദാറ്റ് വി വിൽ ഓൾസോ ലിവ് വിത്ത് ഹിം, നമ്മൾ വിശ്വസിക്കുന്നു നാം അവന്റെ കൂടെ ജീവിക്കുമെന്ന്. അത് നമുക്കൊരു ഉറപ്പായിരിക്കണം. നാം കർത്താവിന് വേണ്ടി ജീവിച്ചാൽ, കർത്താവിന് വേണ്ടി മരിച്ചാൽ, നാം അവന്റെ കൂടെ ജീവിക്കും. അടുത്ത സങ്കീർത്തനത്തിന്റെ 2 ഭാഗം 5 മുതൽ 8-ാം വാക്യം വരെ, ദ ഹാപ്പിനെസ് ഓഫ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. 5 മുതൽ 8 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. 16-ാം സങ്കീർത്തനത്തിന്റെ ദൈവവുമായുള്ള ബന്ധത്തിന്റെ സന്തോഷം, അതൊരു വലിയ സന്തോഷമാണ്. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് അത് വലിയ സന്തോഷമാണ്. ഒരു പാട്ട് പാടുമ്പോൾ, നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒറ്റയ്ക്ക് മുറിയിൽ ഇരിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. ദ ഹാപ്പിനെസ് ഓഫ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. അതിന്റെ 9 മുതൽ 11 വാക്യങ്ങൾ, റിജോയ്സിങ് ഇൻ ഹോപ്പ്. എന്താണ്? പ്രത്യാശയിൽ ഉള്ള സന്തോഷം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, നോയിങ് ദ ലവ് ഓഫ് ഗോഡ് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാണ്. ദൈവ സ്നേഹത്തെ നമുക്ക് അതിന്റെ ആഴം അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ട്. ദൈവം നമുക്ക് 2, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ അറിയുമ്പോൾ അത് നമുക്കൊരു ഉറപ്പാണ്. നോയിങ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നമുക്കുള്ള ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ കാവല് അറിയുമ്പോൾ ഒരു ഫലമാണ്. ജീവിതത്തിൽ പലരും നമ്മെ സഹായിക്കുവാൻ കാണത്തില്ല, ആരും നമ്മളെ ഉപേക്ഷിക്കുന്നതായിരിക്കാം. ഞാൻ സാധാരണയായിട്ട് പറയുന്നത് പോലെ, ബെത്സയിദ കുളക്കരയിൽ 38 വർഷമായിട്ട് ആരും സഹായിക്കുവാനില്ലാതെ കിടക്കുമ്പോൾ അവന് പരാതി മാത്രമേ പറയാനുള്ളായിരുന്നു. എന്നെക്കാൾ കഴിവുള്ളവര് വെള്ളം അനങ്ങുമ്പോൾ അവർ സൗഖ്യമാകുന്നുണ്ട്. എന്നേക്കാൾ കഴിവുള്ളവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നുണ്ട്. എന്നേക്കാൾ കഴിവുള്ളവര് പെട്ടെന്ന് ഇന്റർവ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കലോട്ട് തന്നെ സൗഖ്യത്തിന്റെ കരം ഇറങ്ങി വരികയാണ്. അതാണ് ഗോഡ്സ് പ്രൊവിഷൻ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സന്ദേശം ദൈവസഭയ്ക്ക് കൈമാറിയ കർത്താവിൻ്റെ ദാസനോട് പ്രത്യേകം നന്ദി പറയുന്നു. 1-2 മിനിറ്റുകൾ കൂടി എടുക്കുകയാണ്. സാക്ഷ്യം പറയാൻ 1-2 പേർക്ക് അവസരം കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയാഷിക്ക് ഒരു വാക്ക് മുമ്പോട്ട് വന്ന്
സാക്ഷ്യം പറയും. അതിനുശേഷം പ്രിയ ബ്രദർ സോളമൻ ദൈവസനത്തിലും മുമ്പോട്ട് വന്ന് 1-2 മിനിറ്റ് തൻ്റെ സാക്ഷ്യങ്ങൾ പറയും. ഈ പ്രിയപ്പെട്ട സാക്ഷ്യം പറഞ്ഞതിന് ശേഷം സഭയുടെ സെക്രട്ടറി അനൗൺസ്മെൻറ്റുകൾ അറിയിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ പിന്നീട് ഓർമ്മിപ്പിക്കുന്നതാണ്. പ്രിയാഷിക്ക് പെട്ടെന്ന് മുമ്പോട്ട് വന്ന് നമ്മുടെ ലൈൻ ഒരു ചെറിയ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നെറ്റിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, അത് മനസ്സിലാക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കണം. പ്ലീസ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുറേ നാളിന് ശേഷം വീണ്ടും ഒരു സാക്ഷിയായി നമ്മുടെ സഭയുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി ഞാൻ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവഹിതമായാൽ നാളെ രാവിലെ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന, സഭ ഒന്നടങ്കമുള്ള പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഇത്ര നാളും നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ജോലിയൊന്നും ഇല്ലാതെ 2-3 വർഷമായി. പക്ഷേ ദൈവം ശ്രേഷ്ഠമായിട്ട് എനിക്ക് ഒരുക്കി. ദൈവം അതിനായിട്ട് എന്നെ നിർത്തി. വലിയ കഴിവൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അതിലേക്ക് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ മാതാവിന് ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഭാരപ്പെടുന്നുണ്ട്. 2 ദിവസമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിലേക്കും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങുക. ബാക്കി കാര്യങ്ങൾ പാസ്റ്റർ പറയുന്നതായിരിക്കും. നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയോട് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിപ്പാൻ, ഹല്ലേലൂയ, വലിയവനായ കർത്താവ് അടിയൻ്റെ കുടുംബത്തെ ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സഭയിൽ കടന്നു വരുവാനായിട്ട് ഹല്ലേലൂയ മുഖാന്തരം ഒരുക്കിയത് കർത്താവാണ്. ഹല്ലേലൂയ. ഈ സഭയുടെ ശുശ്രൂഷകൻ ഹല്ലേലൂയ പാസ്റ്ററും കുടുംബവും ഹല്ലേലൂയ ദേവദാസൻ്റെ ഹല്ലേലൂയ ദേവദാസനുമായിട്ട് ഒരു 8 വർഷത്തോളം ഞങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കുവൈറ്റ് അഹമ്മദി ചർച്ചിലെ ഹല്ലേലൂയ ദേവദാസനായിരുന്ന സമയത്താണ് ഹല്ലേലൂയ, സ്തോത്രം, അടിയൻ്റെ വൈഫിനും ഹല്ലേലൂയ ദേവദാസൻ ഞങ്ങളെ സ്നാനപ്പെടുത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഒരു ക്വാളിറ്റിയും ഇല്ലായിരുന്ന എന്നെ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഹല്ലേലൂയ 7 മക്കളാണ്. ഹല്ലേലൂയ. പാരമ്പര്യ മർത്തോമാ സഭയിൽ ഹല്ലേലൂയ അനേക വർഷങ്ങൾ ഹല്ലേലൂയ ആരാധിച്ചു. എങ്കിൽ എൻ്റെ കർത്താവ് പറഞ്ഞു, നീ ഇങ്ങനെ ഇരുന്ന് ആരാധിക്കേണ്ട ഒരു വ്യക്തിയല്ല. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ വിളിച്ചിരിക്കുന്നത് ഞാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ 2012 ഹല്ലേലൂയ കുവൈറ്റിൻ്റെ പ്രദേശത്ത് വെച്ച് ഹല്ലേലൂയ കർത്താവിനെ സ്വീകരിപ്പാനായിട്ടിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെയും ഹല്ലേലൂയ വിശ്വസ്തയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നോട്ട് നോക്കിയാൽ ഒന്നുമില്ല. ഹല്ലേലൂയ. എങ്കിൽ ഇപ്പോൾ ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഞങ്ങളെ നിർത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം നിന്ദിച്ചു, എല്ലാം കൈവിട്ടു. ഹല്ലേലൂയ. എങ്കിൽ കൈവിടാത്ത ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ മാതാവ് ഇങ്ങനെ പറയുണ്ടായി, ഹല്ലേലൂയ, നീ എന്തുകൊണ്ട് കുറവുകൊണ്ടാണ് ഹല്ലേലൂയ നീ സഭ വിട്ടുപോയത്? ഹല്ലേലൂയ. എൻ്റെ മാതാവ് ഹല്ലേലൂയ വചനങ്ങളൊക്കെ നല്ലതായി അറിയാം. ഹല്ലേലൂയ. മിക്കവാറുമുള്ള വചനങ്ങളെല്ലാം കാണാതെ പറയും. എങ്കിൽ എൻ്റെ മാതാവിന് ഹല്ലേലൂയ ഒന്ന് മാത്രം അറിയില്ലായിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തുള്ളതെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകും. ഹല്ലേലൂയ. നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കുന്നെങ്കിലും ഹല്ലേലൂയ അതെല്ലാം നമ്മൾ ഈ ലോകത്തുനിന്ന് ഇട്ടിട്ട് ഹല്ലേലൂയ അങ്ങ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ അവിടെയാണ് നമ്മുടെ പേര് വേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിലുള്ള പേരല്ല നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ 2 വർഷമായി ഹല്ലേലൂയ മർത്തോമാ സഭയിൽ നിന്നും ഹല്ലേലൂയ ഫയലിൽ നിന്നും എൻ്റെ പേര് വെട്ടുവാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. അന്ന് ആ സഭയിലെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി ഇങ്ങനെ പോയാൽ പോരാ, സഭയിൽ നിന്ന് പേര് വെട്ടണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, അച്ഛാ ഈ ഫയലിലുള്ള പേരല്ല എനിക്ക് ആവശ്യം. എനിക്ക് ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ നിത്യതയിൽ എൻ്റെ പേർ കാണണം. ഹല്ലേലൂയ, സ്തോത്രം. അതിനായി ഞങ്ങൾ ഓടുന്നത്.
ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ ഓർത്തുകൊള്ളുക, ഹല്ലേലൂയ. വിശ്വാസത്തോടെ നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ ബൈബിളിനെ ഫോളോ ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം. ഇത് ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിന് പ്രകാരം ജീവിക്കുന്നവർ മാത്രമേ ഹല്ലേലൂയ നിത്യതയുടെ അവകാശികളായി തീരുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരം തന്ന ദൈവദാസനും കുടുംബത്തോടും ഈ സഭയുടെ എല്ലാ ഭാരവാഹികളും നന്ദി സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചോളും. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ 2021 ജനുവരി മാസം 31-ാം തീയതി പ്രകാരം ആരാധന കൂടുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ വളരെ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ അവസാനത്തെ 2 ദിവസങ്ങൾ ദൈവസ്ഥനിൽ പ്രത്യേകിച്ച് വേർതിരിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പകലും രാത്രിയും നടന്ന മീറ്റിങ്ങുകളൊക്കെ വളരെ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. സംബന്ധിച്ചുള്ളവർക്കും അനുഗ്രഹമായിരുന്നു. തുടർന്നും ദൈവസഭയുടെ പ്രവർത്തനങ്ങളിൽ മീറ്റിങ്ങുകളിൽ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ ആഴ്ചത്തെ കൂടുതൽ പ്രസ്താവിക്കുന്നു. ദൈവാനുഗതിയിൽ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഇന്ന് പകൽ 5 മണിക്ക് നമ്മുടെ പ്രിയ പെരുമ്പലത്ത് പ്രിയ ബ്രദർ സന്തോഷ് പി തോമസ് അവറുകളുടെ ഭവനം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നതിനായി ഉള്ള പ്രത്യേക മീറ്റിംഗ് ആ ഭവനത്തിൽ വെച്ച് നടക്കുന്നു. ഭവനത്തിൻ്റെ ക്ഷണമനുസരിച്ചുള്ള പ്രിയപ്പെട്ടവർ തക്കസമയത്ത് ശുശ്രൂഷ സംബന്ധിപ്പാൻ എത്തിച്ചേരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച പകൽ 10 മണിക്ക് ഉപവാസ പ്രാർത്ഥന സഭ വിളിച്ചുണ്ടായിരിക്കും. ശനിയാഴ്ച വൈകിട്ട് PYPയുടെ മീറ്റിംഗ് വൈകിട്ട് 7 മണിക്ക് സൂമിൽ കൂടി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ചയും ആരാധന പതിവ് പോലെ ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച പ്രയാർ ഉമയാറ്റുകര കല്ലിശ്ശേരി ടൗൺ പ്രയർ സെല്ലുകൾക്കുള്ള അവസരമായിരിക്കും. ആ പ്രയർ സെല്ലുകൾ പ്രത്യേകിച്ച് കടന്നു വന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. രാവിലെ ഇവിടെ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ വലിയ കൃപയാൽ ചില നാളുകളായി നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ദൈവം തക്ക സമയങ്ങളിൽ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് അത്യന്താപേക്ഷിതമായുള്ളൊരു വസ്തുതയായിരുന്നു ഒരു നല്ല ക്യാമറ എന്നുള്ളത്. പല വിധത്തിലുള്ള ആലോചനകൾ ആ വിഷയത്തിൽ എന്നോടനുബന്ധിച്ചുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ തക്ക സമയത്ത് അതിനൊരു ക്രമീകരണം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പാനസോണിക്കിൻ്റെ ഏറ്റവും ആധുനികമായ നമ്മുടെ ഉപയോഗത്തിന് ആവശ്യമായ ഒരു ക്യാമറ വാങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തു. അതോടൊപ്പം തന്നെ അതിനൊരു നല്ല സ്റ്റാൻഡ് നമ്മുടെ പ്രിയ സഹോദരൻ പ്രിയ ഒറ്റലൂർ ബ്രദർ ഗിഫ്റ്റൻ വാങ്ങിച്ച് നൽകുവാൻ കർത്താവ് കൃപ ചെയ്തു. ആ പ്രിയ സഹോദരനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ക്യാമറയുടെ വിഷയത്തിൽ പലരും ആത്മാർത്ഥമായി നമ്മെ സഹായിച്ചു. പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ വിഷയം പറഞ്ഞപ്പോൾ വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. പലർക്കും ജോലിയിൽ നഷ്ടപ്പെട്ട സമയങ്ങളാണെങ്കിലും ദൈവസഭയുടെ ആവശ്യം സഹോദരന്മാർ അവരെ അറിയിച്ചപ്പോൾ വളരെ ആത്മാർത്ഥമായി ആ വിഷയത്തിൽ സഹകരിച്ചു. കഴിഞ്ഞ ദിവസം വിദേശത്തുള്ള നമ്മുടെ ഒരു പ്രിയ സഹോദരൻ ഈ വിഷയത്തിന് വേണ്ടി 25,000 രൂപ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് പേര് പറയാതിരിക്കുന്നത്. അങ്ങനെ ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകം നന്ദി പറയുന്നു. അതിൻ്റെ ഫണ്ട് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന് ആവശ്യമായ ഒരു ഇൻവെർട്ടർ സിസ്റ്റം കൂടെ വാങ്ങുവാൻ ഇടയായത്. നമ്മൾക്കറിയാം ഇവിടെ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ ജനറേറ്റർ ഉണ്ട്. പിന്നെ എന്തിനാണ് ഇൻവെർട്ടർ എന്ന് നിങ്ങൾ പലരും ഒരുപക്ഷെങ്കിലും ചിന്തിച്ചിരിക്കാം. കഴിഞ്ഞ ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വളരെ വിലപിടിപ്പുള്ള നല്ലൊരു ഫീഡ്ബാക്ക് ബോക്സ് നമുക്കിവിടെ നമ്മുടെ ഒരു പ്രിയ സഹോദരൻ വാങ്ങി നൽകി. ഏകദേശം 26,000 രൂപ അതിന് വിലയുള്ളതാണ്. എന്നാൽ 2-3 ആഴ്ചകൾക്ക് മുമ്പായിട്ട് ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പ്രവർത്തനരഹിതമായി പോയി. ഇലക്ട്രോണിക് സാധനത്തിന് നമുക്കറിയാം യാതൊരുവിധ വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നുമില്ലാത്ത വസ്തുതകളാണ്. അത് എന്തുകൊണ്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു വസ്തുത, നമ്മുടെ ജനറേറ്ററിൽ നിന്നുള്ള ഒരു പ്രത്യേക സംവിധാനത്തിൽ കൂടെ കടന്നു വരുമ്പോൾ കൂടുതലായി വോൾട്ടേജ് കയറി വന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ള വിദഗ്ധ അഭിപ്രായത്തെ മാനിച്ച് നമ്മുടെ സൗണ്ട് സിസ്റ്റം മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻവെർട്ടർ സിസ്റ്റം ഇവിടെ വാങ്ങിയത്.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അത് ത്രൂ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് വരുമ്പോൾ അത് അതിലേക്ക് മാറുകയും ചെയ്യും. ആ വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വാങ്ങിയത്. അതിനും നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ ഭൗതിക നന്മകൾ ഉപയോഗിപ്പാൻ കർത്താവ് കൃപ ചെയ്തു ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രകാരം ഭൗതിക നന്മകൾ ദൈവസഭയുടെ ആത്മീയ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് നൽകിത്തരുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരർ, ചെറുതാകട്ടെ വലുതാകട്ടെ, അവരോടുള്ള പ്രത്യേക നന്ദി ആത്മാർത്ഥമായി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിധിയായി കണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. തുടർന്നും ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവമക്കളുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുന്നു. പാട്ടിൻ്റെ 1-2 അടികൾ മാത്രം പാടുകയുള്ളൂ. നമ്മുടെ ലൈനിൻ്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലായല്ലോ. 1-2 അടികളെ പാടുകയുള്ളൂ. ആ സമയത്ത് സ്തോത്ര കാഴ്ച എടുക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥലം പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇത്ര നേരം ഇരിക്കുകയായിരുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടി കർത്താവിനെ മഹത്വം. അനാദിനാഥനേശുവൻ ധനം അന്യൻ ഭൂവിലെന്നാ ധന്യനായ ക്രിസ്തുവിൽ സദാ അന്യനായ ഭൂവിലെന്നാ ധന്യനായ ക്രിസ്തുവിൽ സദാ സ്വർഗത്തിലെൻ ധനം ഭദ്രം സുശോഭനം സ്വർഗത്തിലെന്തനം ഭദ്രം സുശോഭനം ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപും എന്തനം ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപും എന്തനം ഉന്നത ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ ഉന്നത ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ അനാദിനാഥനേശുവെന്തനം അന്യനാ ഭൂവിലെന്നാ ധന്യനായ ക്രിസ്തുവിൽ സദാ അന്യനാ ഭൂവിലെന്നാ അന്യനായ ക്രിസ്തുവിൽ സദാ ഇന്നുള്ള ശോധന നൽകുന്ന വേദന ഇന്നുള്ള ശോധന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനും പൊന്നിലും വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനും പൊന്നിലും വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയും ഞാൻ യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയും ഞാൻ യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയും ഞാൻ അനാദിനാഥനേശുവെന്തനം അന്യനാ ഭൂവിലെന്നാ ധന്യനായ ക്രിസ്തുവിൽ സദാ അന്യനാ ഭൂവിലെന്നാ ധന്യനായ ക്രിസ്തുവിൽ സദാ. ഹല്ലേലൂയ ഹല്ലേലൂയ. കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, നല്ല പ്രബോധനങ്ങൾ എല്ലാറ്റിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ കൂടി സംസാരിച്ചത് കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. സാക്ഷ്യങ്ങൾ പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. പ്രിയ സോളമനെ കുടുംബമായി
പ്രത്യേകം ദൈവം സഹായിക്കട്ടെ. ഒരു കുടുംബമായി ദൈവം മാനിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയ ആഷിക്ക്, പ്രിയ സഹോദരൻ പറഞ്ഞ വിഷയം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. താനെ പ്രാവൻകൂടിനടുത്ത് ഒരു പുതിയ ഷോപ്പ്, കാറിൻ്റെ ഒക്കെ ഇൻറ്റീരിയർ ഡെക്കറേഷനും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചേർന്നൊരു ക്രമീകരണങ്ങൾ താനെ നാളെ പ്രാർത്ഥിച്ച് അത് ആരംഭിക്കുകയാണ്. രാവിലെ 10:30 ആ കാര്യം ഇവിടെ തുടങ്ങുകയാണ്. വളരെ വളരെ ചിലവിട്ട്, വലിയൊരു ചിലവിട്ട് ചെയ്യുന്ന ഒരു ക്രമീകരണമാണ്. ഏറ്റവും അനുഗ്രഹമായി അത് തീരണം. ഒരു 3 സഹോദരങ്ങൾ ചേർന്നാണ് അത് ചെയ്യുന്നത്. ഒരു 3 പേരെയും ദൈവം സഹായിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ വാത്സല്യ പൈതൽ അവൻ ചെയ്യുന്ന സംരംഭം ഏറ്റവും വിജയമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ പലരും ചെറുതും വലുതുമായ പല ബിസിനസ്സുകൾ ചെയ്യാൻ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം അവസരം ഒരുക്കി. കഴിഞ്ഞ ദിവസം ജെയ്സിൽ ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചെറുതും വലുതുമായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം അവസരം കൊടുക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. നമ്മുടെ പ്രിയ സന്തോഷ് പ്രിയപ്പെട്ടവനെ ഇന്ന് വീട് പണിത് അത് പൂർത്തീകരിച്ച് അതിലേക്ക് പ്രാർത്ഥനയോടെ കയറുകയാണ്. സമർപ്പണ ശുശ്രൂഷ നടക്കുകയാണ്. എൻ്റെ വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം ഞാനാണ് ആ വീടിൻ്റെ പ്രാർത്ഥിച്ച് കല്ലിട്ട് പണി തുടങ്ങിയത്. ആ പണി പ്രാർത്ഥിച്ച് തുടങ്ങി, എൻ്റെ കട്ടള വെച്ചത് പ്രാർത്ഥിച്ച് ചെയ്യാനിടയായി. അതിൻ്റെ സമർപ്പണ ശുശ്രൂഷ ഇന്ന് സന്ധ്യകൾ നടക്കുകയാണ്. ഇന്നലെ അത് ചെയ്യണമെന്ന് അവരാവശ്യപ്പെട്ടിരുന്നെങ്കിലും നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉപവാസം കഴിയട്ടെ, ആരാധന കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ചെയ്യാം. അത് അവരനുസരിച്ചു. ആ പ്രിയ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ദൈവം കൊടുത്ത നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട വീടുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീടുകൾ പണിയുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും ഒരു മിനിറ്റ് നേരം ഈ പറയപ്പെട്ട വിഷയങ്ങൾക്കായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെറിയൊരു സമയത്തേക്ക് വന്നു പാർക്കുന്ന പരദേശികൾ, ഞങ്ങൾ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് ഞങ്ങൾക്ക് എത്താനുള്ളൊരു നല്ല വീട് സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ജോലി, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവ് വീട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള കുടുംബം എല്ലാം ദൈവം ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് സ്തോത്രം. ആത്മീയ, ഭൗതിക, ശാരീരിക നന്മകൾ ദൈവം ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് രാവിലത്തെ ഈ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃത്യമായി വിഷയങ്ങളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം. വിവിധ നിലകളിൽ സംസാരിച്ച എല്ലാ ദൈവത്തിൻ്റെ വചനത്തിനായും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ പ്രൊട്ടക്ഷൻ ഞങ്ങൾ ധാരാളം അനുഭവിപ്പാൻ, അങ്ങയുടെ ഹല്ലേലൂയ സാന്നിധ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒക്കെ ദൈവം കൃപ തരുന്നതിനാൽ ഞങ്ങൾ തിരുമേനിക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങേ വിട്ട് ഒരിക്കലും പോകാൻ ഞങ്ങളെ അനുവദിക്കരുത്. ഞങ്ങളുടെ കഷ്ടത ഞങ്ങളെ ഒന്നുകൂടെ ദൈവത്തോട് അടുപ്പിക്കാൻ മാത്രമേ ആകാവേ. അവർ തങ്ങളുടെ കഷ്ടതയിൽ നിലവിളിച്ചു, യഹോവ ഉത്തരമരുളി എന്ന് ഞങ്ങൾ വായിക്കുന്നു കർത്താവേ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെയും കഷ്ടതയിൽ ദൈവം അത്ഭുതം ചെയ്തിട്ടുള്ള ഇന്നലെ അനുഭവങ്ങൾ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒന്നായി തിരമാലകൾ പോലെ അനേക കഷ്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു കർത്താവേ. എന്നാൽ ഇതിനൊന്നും ഞങ്ങളെ മുക്കിക്കളയാൻ ഇടവന്നില്ല. ഇന്നും വിശ്വാസത്തിൽ നിൽക്കാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. അന്ത്യം വരെ വിശ്വാസത്തിൽ നിൽക്കാൻ ഇടയാക്കണം കർത്താവേ. പ്രിയ കർത്താവിൻ്റെ ദാസൻ സിസിലൂടെയും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ്. അങ്ങയുടെ ദാസനെ ദൈവം ഉപയോഗിക്കണമേ കർത്താവേ. ഇപ്പോൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾ, ദൈവസഭയിലെ ശുശ്രൂഷകൾ, തൻ്റെ ജോലി, പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ആഷിക്കിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ പൈതൽ വളരെ ആഗ്രഹത്തോടെ ചില ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ നാമത്തിൽ അവനെ അനുഗ്രഹിക്കുക. ദൈവം അവനെ സഹായിക്കണമേ കർത്താവ്. അവൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്ത അനുഭവം ഈ ദിവസങ്ങളിൽ കൊടുക്കണം. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവം അവനെ സഹായിക്കണമേ കർത്താവെ. നാളെ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ വലിയ സഹായം അവന് ഉണ്ടാകണമേ കർത്താവ്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ഒരു ഇടർച്ച അതിൻ്റെ അകത്ത് ഉണ്ടാകരുത്. അത് നന്നായി നടക്കുവാൻ ഇടയാക്കണം. ഈ കാലഘട്ടത്തിന് ആവശ്യമായതെല്ലാം അതിൻ്റെ പിന്നിൽ ഉണ്ടാകാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കണം. ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങളുടെ പ്രിയ സന്തോഷം നായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയ പണിയെ ഇത്രത്തോളം പൂർത്തീകരിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് ദൈവനാമ മഹത്വത്തിനായി അത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ കർത്താവെ, ദൈവദാസന്മാരായ ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ അങ്ങയുടെ വലിയ സാന്നിധ്യം അവിടെ ഇറങ്ങി വരണമേ. ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കോവിഡിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയങ്ങളിൽ ആർക്കൊരു ഭാരം
അത് മുഖാന്തരം ഉണ്ടാകാൻ ദൈവം അനുവദിക്കരുത് എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന പ്രിയ സോളമനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. ധാരാളം കൃപകൾ ആ കുടുംബത്തിന്റെ മേൽ പകരണമേ. ഇവിടെ അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ധാരാളം പ്രതിഫലങ്ങൾ കൊടുക്കണമേ. വിവിധ നിലയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും സഹായിക്കണമേ. നിന്റെ ജനത്തെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പകൽക്കാലം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. എളിയവരെയും കുടുംബമായി താഴ്ത്തുന്നു. പിതാക്കന്മാരെ കൊണ്ടുവന്നതിനാൽ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രതിപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടി വന്ന എല്ലാ ജനത്തോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തുവരെയും കൃപയുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽ ജയം തന്ന കർത്താവിന് 2 കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ ശബ്ദം ഉയർത്തി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ. സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ മീറ്റിങ്ങുകളിൽ താല്പര്യത്തോടെ ദൈവമക്കളെ കടന്നു വരണം എന്ന് ഓർപ്പിക്കുന്നു. കോവിഡിന്റെ പ്രശ്നങ്ങളുണ്ട്, അതറിയാം. പനിയോ മറ്റു പ്രശ്നങ്ങളുള്ളവർ വരാതിരിക്കുക. എന്നാൽ അങ്ങനെ പ്രയാസങ്ങളില്ലാത്തവർ കൂട്ടായ്മ മുടക്കാതെ കടന്നു വരിക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.